അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് തുടങ്ങാൻ തോന്നുന്നു. നമ്മൾ ഈ 4 വർഷ ഡിഗ്രിയുടെ 2ാം വർഷത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ ദിവസം നമ്മൾ ഇതേ ഫ്ലോറിൽ 1ാം വർഷ ഇനോഗ്രേഷനൊക്കെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ വർഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ വർഷം നമുക്ക് ഒരു വർഷം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നടത്തി അതിൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ ബലത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയൊരു സംവിധാനമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പല പല ആശങ്കകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പല ആശങ്കകളൊക്കെ മാറി നമുക്കും ടീച്ചേഴ്സിനും വിദ്യാർത്ഥികൾക്കും അങ്ങനെ അത്യാവശ്യം പൊതുസമൂഹത്തിനും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ മുൻ വർഷങ്ങളിലുള്ള ഡിഗ്രി സംവിധാനമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ FIUGP എന്ന് പറയുന്ന കാര്യങ്ങളിൽ ഒരുപാട് പുതിയ കാര്യങ്ങളുണ്ട്. അതായത് വിദ്യാർത്ഥികൾക്ക് തന്നെ അവരുടെ കോഴ്സുകൾ ഡിസൈൻ ചെയ്യാൻ അതുപോലെയുള്ള ഒരുപാട് അവസരങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ സ്ട്രക്ചർ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു എങ്ങനെയാണ് ഈ FIUGP സംവിധാനം പ്രവർത്തിക്കുന്നത്, അതിൽ എന്തൊക്കെ അവസരങ്ങളാണ് ഉള്ളത് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കോഴ്സുകൾ ഡിസൈൻ ചെയ്ത് നല്ല രീതിയിലേക്ക് നല്ലൊരു ഡിഗ്രി വാങ്ങിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഈ കാര്യങ്ങൾ കേൾക്കണം. കാരണം നിങ്ങളുടെ റോള് ഈ കാര്യങ്ങളെല്ലാം തിരഞ്ഞെടുക്കുന്നതിൽ, ഓരോ കാര്യങ്ങളും തിരഞ്ഞെടുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ എന്തുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അത് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് അത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പം നമുക്ക് തുടങ്ങാൻ തോന്നുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിനെ കുറിച്ചാണ്. അതായത് അതിനെ ഷോർട്ടായിട്ട് പറഞ്ഞാൽ CUFIUGP എന്ന് പറയും. അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ കാര്യം മാത്രമാണ് കറക്റ്റ് നമ്മൾ പറയുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ അണ്ടറിൽ 4 വർഷ ഡിഗ്രി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അതിന് പുറത്തുള്ളതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ഓൾമോസ്റ്റ് സിമിലർ ആണ്, പക്ഷെ ചെറിയ ചെറിയ കോഴ്സിലൊക്കെ വ്യത്യാസം ബാക്കിയുള്ള യൂണിവേഴ്സിറ്റിയിൽ ഉണ്ട്. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പം നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്ന കുറേ അധികം വാക്കുകളാണ്. ഒരുപാട് വാക്കുകളുണ്ട്, പക്ഷെ നമ്മൾ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള വാക്കുകളാണ് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ FIUGP എന്താണെന്ന് നേരത്തെ പറഞ്ഞതാണ്. 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം. അതായത് നിങ്ങളിപ്പം ചേർന്നിട്ടുള്ള ഡിഗ്രീൻ്റെ പേരെന്താണ്? FIUGP എന്നുള്ളതാണ്. അപ്പോൾ FIUGP എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ എന്തോ ആണെന്നുള്ളത് തെറ്റിദ്ധരിക്കരുത്. നിങ്ങളിപ്പം ചേർന്നത് എന്താണ്? FIUGP പ്രോഗ്രാമിലേക്കാണ്. അതായത് 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം ആണ്. ഇനിയിപ്പോൾ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ +2 വരെ ഒക്കെ പഠിച്ച് വന്നിട്ടുള്ള കുട്ടികളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്ത് ഉണ്ടാവില്ല, അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവില്ല. സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് 18 മന്തിൻ്റെ ഒരു 18 മന്ത് അല്ല, 18 വീക്ക്, 18 ആഴ്ചകൾ അടങ്ങിയ ഒരു അക്കാഡമിക് പീരീഡിനെയാണ് എന്ത് നമ്മൾ സെമസ്റ്റർ എന്ന് പറയുന്നത്. അത് ഏകദേശം ഒരു 6 മാസം എന്നുള്ള രീതിയിലേക്ക് വരുന്നുണ്ടാവും. അതിൽ 15 ആഴ്ചകൾ നിങ്ങൾക്ക് എന്തായിരിക്കും ക്ലാസ്സിന് വേണ്ടിയിട്ടും 3 ആഴ്ച എക്സാമിന് വേണ്ടിയിട്ടും ആയിരിക്കും. സ്റ്റഡി ലീവും ക്ലാസ്സും എല്ലാം ആയിട്ടുള്ള പരീക്ഷയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു 18 ആഴ്ച, ഏകദേശം ഒരു 6 മാസത്തിനടുപ്പിച്ചുണ്ടാവും. പിന്നെ മറ്റൊരു ഇതാണ് അക്കാഡമിക് ഇയർ എന്ന് പറയുന്നത്. അക്കാഡമിക് ഇയർ എന്ന് പറഞ്ഞാൽ 2 സെമസ്റ്ററുകൾ കൂടിയിട്ടുള്ളതാണ് എന്ത് ഒരു അക്കാഡമിക് ഇയർ. 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് 4 അക്കാഡമിക് ഇയർ ആണ്. അതായത് 4 വർഷ ഡിഗ്രി 4 വർഷം നിങ്ങൾ പഠിക്കണം. അതിൽ ഒരു വർഷത്തിൽ എന്തുണ്ട് 2 പരീക്ഷ ഉണ്ടാവും. നിങ്ങൾ +2 വരെയൊക്കെ പഠിച്ചതിൽ എന്താണ് ഒരു വർഷത്തിൽ എന്തേ ഉണ്ടാവുള്ളൂ? ഫൈനൽ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ അല്ലേ. ഇതങ്ങനെയല്ല. ഒരു വർഷത്തിൽ 6 മാസം കഴിയുമ്പോൾ ഒരു പരീക്ഷ ഉണ്ടാവും, വീണ്ടും 6 മാസം കഴിയുമ്പോൾ. അപ്പം അതായത് 4 വർഷ ഡിഗ്രി എന്ന് പറയുന്നത് 8 സെമസ്റ്ററുകളിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അതായത് 8 പ്രാവശ്യം 6 മാസം ആയിട്ടാണ് നമ്മൾ അക്കാഡമിക് കാര്യങ്ങൾ നടക്കുന്നുണ്ടാവുക. പിന്നെ മറ്റൊരു വാക്കാണ് ഡിപ്പാർട്ട്മെന്റ് കൗൺസിൽ. അതായത് ഡിപ്പാർട്ട്മെന്റ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ അതും ചില കാര്യങ്ങൾക്കൊക്കെ ആവശ്യമായിട്ട് വരും. ഈ ഡിപ്പാർട്ട്മെന്റ് കൗൺസിൽ എന്ന് പറയുന്നത് നിങ്ങൾ ജോയിൻ ചെയ്ത ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകരെല്ലാവരോടും കൂടിയിട്ടുള്ളതിനെയാണ് എന്ത് ഡിപ്പാർട്ട്മെന്റ് കൗൺസിൽ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു പൊസിഷനാണ് അക്കാഡമിക് കോർഡിനേറ്റർ, അല്ലെങ്കിൽ FIUGP കോർഡിനേറ്റർ എന്നുള്ള രീതിയിൽ പറയാം. അതായത് FIUGP കോർഡിനേറ്റർ അല്ല അക്കാഡമിക് കോർഡിനേറ്റർ എന്ന് പറയുന്നത് കോളേജിലെ ഈ FIUGP സംബന്ധമായ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് എന്ത് അക്കാഡമിക് കോർഡിനേറ്റർ. ഇപ്പോൾ ഈ കോളേജിൽ ഇപ്പോൾ നിലവിൽ ഞാനാണ് ആ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നത്.
പിന്നെ മറ്റൊരു കാര്യമാണ് ഡിപ്പാർട്ട്മെന്റ് കോർഡിനേറ്റർ. അതായത് നിങ്ങൾക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിലും, നിങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലായിരിക്കും, ചിലപ്പോൾ ഫിസിക്സിലായിരിക്കാം, സുവോളജിയിലായിരിക്കാം, അങ്ങനെ എക്കണോമിക്സിലായിരിക്കാം, അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്ത കുട്ടികൾ ഇവിടെ ഉണ്ടാവും. ആ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന സംശയങ്ങളോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഒരു കോർഡിനേറ്റർ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ പോകുന്ന സമയത്ത് ഇവിടെ വരുന്ന സമയത്ത് ഡിപ്പാർട്ട്മെന്റിലെ കോർഡിനേറ്റർ ആരാണെന്നുള്ളത് ഒക്കെ മനസ്സിലാക്കേണ്ടതാണ്. കാരണം അവരിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളും പല കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്നുണ്ടാവാം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കണം. ഈ ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമുക്ക് യൂണിറ്റ് ഓഫ് അക്കാഡമിക് ഇൻപുട്ട് എന്നുള്ള രീതിയിലാണ് ക്രെഡിറ്റിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതായത് നിങ്ങൾ എത്രത്തോളം പഠിക്കണം, ഒരു വിഷയത്തിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ഒരു പർട്ടിക്കുലർ പേപ്പർ ഉണ്ടെങ്കിൽ അതിൽ എത്രത്തോളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അതിനൊരു യൂണിറ്റ്. ഇപ്പം നമ്മൾ സമയത്തിൻ്റെ യൂണിറ്റ്, സെക്കൻഡ്, നീളത്തിൻ്റെ യൂണിറ്റ്, മീറ്റർ എന്നൊക്കെ പറഞ്ഞോണം, നമ്മൾ പഠിക്കുന്ന ഒരു സംഭവത്തിൻ്റെ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് ക്രെഡിറ്റ്. അപ്പം എല്ലാ കാര്യങ്ങളും ക്രെഡിറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും കാര്യങ്ങളെല്ലാം പോകുന്നുണ്ടാവുന്നത്. അതായത് അത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ 1 ക്രെഡിറ്റ് കോഴ്സോ അങ്ങനെ എന്തോ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ 1 മണിക്കൂർ ക്ലാസ് ആയിരിക്കും അതിനുണ്ടാവുക. 1 ക്രെഡിറ്റ് കോഴ്സിലാണെങ്കിൽ ആഴ്ചയിൽ 1 മണിക്കൂർ, 4 ക്രെഡിറ്റ് കോഴ്സ് ആണെങ്കിൽ 4 മണിക്കൂർ ആയിരിക്കും ആഴ്ചയിൽ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം 3 ക്രെഡിറ്റ് കോഴ്സുകളും 4 ക്രെഡിറ്റ് കോഴ്സുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുക. അതായത് ആഴ്ചയിൽ 4 മണിക്കൂറുള്ള ഹവറുകൾ വരുന്ന സബ്ജക്റ്റുകൾ ഉണ്ടാവും, പിന്നെ 3 മണിക്കൂർ വരുന്ന സബ്ജക്റ്റുകളും ഉണ്ടാവും. അപ്പൊ ആ രീതിയിലാണ് ക്രെഡിറ്റ്. അപ്പൊ നമ്മളെല്ലാം സംസാരിക്കുന്നത് ഈ ക്രെഡിറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. നിങ്ങൾക്കൊരു ഡിഗ്രി കിട്ടണമെങ്കിലും ഇത്ര ക്രെഡിറ്റ് നേടണം എന്നുള്ള രീതിയിലാണ് പറയുക. അത് നമ്മൾ മുന്നോട്ട് പോകും. അപ്പൊ ക്രെഡിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ഒരു അക്കാഡമിക് ഇൻപുട്ടിന്റെ ഒരു യൂണിറ്റ് ആണ്. അപ്പൊ എത്ര ഒരു ക്രെഡിറ്റ് കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് ഡിഗ്രി കിട്ടുന്നുണ്ടാവാം. ഓക്കെ, ഇനി നമ്മൾ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിനെ കുറിച്ച് പറയുന്ന സമയത്ത് പലർക്കും സംശയമുള്ള ഒരു കാര്യമാണ് എന്ത്, 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം 4 ഇയർ അല്ലേ, അത് 4 വർഷം ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പലർക്കും സംശയം ഉള്ളതാണ്. അപ്പൊ ആ ഒരു സംശയ ദൂരീകരണത്തിന് വേണ്ടിയാണ് ഈ ഒരു സ്ലൈഡ് വെച്ചിട്ടുള്ളത്. അതായത് നിങ്ങൾ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ചെയ്യുമ്പോൾ FIUGP ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് പ്രധാനമായിട്ടും 3 രീതിയിൽ ചെയ്യാവുന്നതാണ്. അതിൽ ഫസ്റ്റ് ഇതാണ് എന്തെന്ന് പറയുന്നത് 3 ഇയർ UG പ്രോഗ്രാം, ഫസ്റ്റ് പ്രോഗ്രാമാണ്. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, FIUGPയിൽ ജോയിൻ ചെയ്തതിന് ശേഷം 3 വർഷം കഴിയുമ്പോൾ വേണമെങ്കിൽ എന്ത് കിട്ടും, നിങ്ങൾക്ക് ഡിഗ്രി കിട്ടും. അതായത് 4 വർഷം തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് മുൻ വർഷങ്ങളിലുള്ളത് വേണം. 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു ഡിഗ്രി കിട്ടും. അത് മുമ്പ് എന്ത് ഡിഗ്രിയാണോ കിട്ടിയത് അതിന് തത്തുല്യമായ ഒരു ഡിഗ്രി ആയിരിക്കും. ഡിഗ്രി കിട്ടണമെങ്കിൽ എന്ത് മതി, 3 വർഷം മതി. ഒരു വർക്ക് 3 വർഷം കഴിഞ്ഞിട്ട് എന്ത് വേണം എങ്കിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങാം. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ നമ്മൾ സാധാരണ പോലത്തെ ഡിഗ്രി എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ കിട്ടും. അതായത് 4 ഇയർ എന്ന് പറഞ്ഞാൽ 4 ഇയർ ആവണമെന്ന് നിർബന്ധമില്ല. 3 വർഷം കഴിഞ്ഞാലും 3 ഇയർ ഡിഗ്രി ആയിട്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എത്രത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു, ക്രെഡിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങളും തീരുമാനിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഒരു 3 ഇയർ ഡിഗ്രി നേടണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, 133 ക്രെഡിറ്റ് അത്യാവശ്യമാണ്. അപ്പോൾ 133 ക്രെഡിറ്റ് നേടുമ്പോഴാണ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഒരു 3 ഇയർ ഡിഗ്രി കിട്ടുന്നത്. അതിന്റെ ഡ്യൂറേഷൻ ഞാൻ പറഞ്ഞതുകൊണ്ട് 3 വർഷം കൊണ്ട് നിങ്ങൾ 133 ക്രെഡിറ്റ് നേടിയാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് 3 ഇയർ ഡിഗ്രി കിട്ടും. അപ്പൊ നിങ്ങൾക്ക് അതിലും കൂടുതലും ക്രെഡിറ്റ് നേടാനുള്ള അവസരമുണ്ട്. അതായത് 133 എന്നുള്ളത് അതിനപ്പുറത്ത് മിനിമം 133 പറയുന്നത്. ഒരാൾക്ക് കൂടുതൽ കോഴ്സുകളൊക്കെ എടുക്കാനുള്ള അവസരം ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഒരാൾക്ക് 150 ക്രെഡിറ്റ് നേടണമെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യവും FIUGPയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്തത്, അപ്പൊ നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞത് എന്താണ്, നമ്മൾ പറഞ്ഞിട്ടുള്ള 3 ഇയർ കൊണ്ട് ഡിഗ്രി നേടുന്ന കാര്യമാണ്. ഇനി ഞാൻ 4 ഇയർ തന്നെ 2 രീതിയിൽ നിങ്ങൾക്ക് 4 ഇയർ ഡിഗ്രി നേടാം. അതാണ് എന്തെന്ന് പറയുന്നത്, ഒന്ന് ഹോണേഴ്സ് ഡിഗ്രിയാണ്. അതായത് 4 ഇയർ ഡിഗ്രി നിങ്ങൾക്ക് കിട്ടുന്ന നേരം നമുക്ക് സാധാ ഡിഗ്രി അല്ല, ഹോണേഴ്സ് ഡിഗ്രിയാണ്. അതുകൊണ്ടാണ്, അതായത് നമ്മൾ ഈ 4 വർഷ ഡിഗ്രീന്റെ പ്രധാനം എന്താണെന്ന് വെച്ചാൽ 3 വർഷം കട്ട് ചെയ്തിട്ടല്ല 4 വർഷ ഡിഗ്രി കൊണ്ടുവന്നത്. 3 വർഷം എന്ന് പറയുന്ന ആ സംഭവം ഇപ്പോഴും ഉണ്ട്. 3 വർഷം ഇതിന്റെ ഭാഗത്ത് 3 വർഷം കഴിയുമ്പോൾ ഒരാൾക്ക് ഡിഗ്രി, സാധാരണ ഡിഗ്രി വാങ്ങിച്ചിട്ട് പുറത്തിറങ്ങാം. അതോടൊപ്പം എന്ത് ചെയ്യും, നിങ്ങൾ 4ാമത്തെ വർഷം കൂടി ഇരുന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഹോണേഴ്സ് ഡിഗ്രി എന്ന് പറയുന്ന ഒരു ഡിഗ്രി കിട്ടും. അതിന് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു ക്രെഡിറ്റിന് അടിസ്ഥാനത്തിലാണ് ഈ ഡിഗ്രികളെല്ലാം എന്ന് പറഞ്ഞു. നേരത്തെ നിങ്ങൾ 133 ക്രെഡിറ്റ് ആണ് 3 വർഷ ഡിഗ്രിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ 4 വർഷ ഡിഗ്രിയിൽ എന്താണ് 177 ക്രെഡിറ്റ് ആണ് വേണ്ടത്. ഒരു 44 ക്രെഡിറ്റ് കൂടി 4ാമത്തെ വർഷം നേടിയാൽ എന്ത് കിട്ടും, നിങ്ങൾക്ക് ഹോണേഴ്സ് ഡിഗ്രി കിട്ടും. അതിന് 4 വർഷമാണ്
അതിന്റെ പ്രധാനമായ ഒരു പ്രത്യേകത, ഈ ഹോണേഴ്സ് ഡിഗ്രീന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് 8ാമത്തെ സെമസ്റ്ററിൽ, അതായത് 4 വർഷം എന്ന് പറയുമ്പോൾ അതിന്റെ ഡബിൾ സെമസ്റ്റർ ഉണ്ടാവും, 8 സെമസ്റ്റർ ഉണ്ടാവും. അപ്പോൾ 8ാമത്തെ സെമസ്റ്ററിൽ എന്തുണ്ട്, ഒരു പ്രൊജക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഒരു 12 ക്രെഡിറ്റിന്റെ ഒരു പ്രൊജക്റ്റ് ആവശ്യമുള്ളവർക്ക് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു 3 പേപ്പർ, അതിന് പകരം 3 പേപ്പറും പഠിക്കാനുള്ള അവസരമുണ്ട്. അതാണ് ഈ ഒരു വേറൊരു പ്രോഗ്രാം കൂടി ഉണ്ട്. 4 വർഷം ഡിഗ്രി എന്ന് പറയുന്നത് 2 രീതിയിൽ ചെയ്യാം. അതിൽ ഒരു പ്രോഗ്രാമാണ് ഇത്, ഹോണേഴ്സ് ഡിഗ്രി എന്ന് പറയുന്നത്. ഇതിന് ഈ ഒരു ഹോണേഴ്സ് ഇതിലേക്ക് കയറണമെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് 4ാമത്തെ വർഷം ഈ ഒരു പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പാസ്സായാൽ മതി. പാസ്സായ ഏതൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഹോണേഴ്സ് ഡിഗ്രിയിലേക്ക്, അതായത് 4ാമത്തെ വർഷത്തിലേക്ക് പോകാൻ പറ്റും. അതുവരെ നിങ്ങൾ പാസ്സായിട്ടില്ലെങ്കിലും 1-2 സെമസ്റ്ററിൽ ഏതെങ്കിലും ഫെയിൽ ആയപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അടുത്ത സെമസ്റ്ററിലേക്ക് പോകും. നിങ്ങൾക്ക് മിനിമം അറ്റൻഡൻസും നിങ്ങൾ പരീക്ഷയൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അടുത്ത സെമസ്റ്ററിലേക്ക് 3ാമത്തെ വർഷം വരെ പോകും. 4ാമത്തെ വർഷത്തിലേക്ക് കടക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യത്തെ 3 വർഷം മിനിമം പാസ്സാവണം. ഈ പ്രോഗ്രാമിലേക്ക്, ഹോണേഴ്സ് ഡിഗ്രിയിലേക്ക് പോകണമെങ്കിൽ 3 വർഷത്തെ എല്ലാ പേപ്പറും പാസ്സായി 3 വർഷം ഡിഗ്രിക്ക് അർഹനായിട്ടുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹോണേഴ്സ് ഡിഗ്രിയിലേക്ക് പോകാൻ പറ്റും. മറ്റൊരു പ്രോഗ്രാമാണ് എന്ത്, 4 ഇയർ ഹോണേഴ്സ് വിത്ത് റിസർച്ച്. അതായത് പല ആളുകൾക്ക് ഇതാണ് FIUGPന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. 4 വർഷം ഡിഗ്രി എന്തിനു ചെയ്യണം എന്ന് ചോദിച്ചാൽ, ശരിക്കും ഇന്റർനാഷണൽ ലെവലിൽ നമ്മൾ നോക്കുന്ന സമയത്ത് മിക്കവാറും യൂണിവേഴ്സിറ്റികളിലൊക്കെ എന്താണ്, 4 വർഷ ഡിഗ്രികളാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് PhD ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള എന്തെങ്കിലും ജോബിനൊക്കെ ട്രൈ ചെയ്യണമെങ്കിലോ 4 വർഷ ഡിഗ്രി അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ മുമ്പൊക്കെ എന്തായിരുന്നു ചെയ്തതെന്ന് വെച്ചാൽ, 3 വർഷം ഡിഗ്രി കഴിഞ്ഞ് 2 വർഷം PG കഴിഞ്ഞിട്ട് 5 വർഷം പഠിച്ചാലേ നിങ്ങൾ വിദേശത്തുള്ള പല ജോലിക്കും നോക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ എന്തുണ്ടെന്ന് വെച്ചാൽ, നമ്മളിവിടെ 4 വർഷം ഡിഗ്രി കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും, നമ്മളൊരു ഇന്റർനാഷണലി ഏത് തരത്തിലുള്ള സ്ഥാപനങ്ങളും ജോലിക്കോ ആണെങ്കിലോ, നിങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ PhD ഉൾപ്പെടെയുള്ള ഹയർ എഡ്യൂക്കേഷന് പോവുകയാണെങ്കിലും ഇതിന്റെ സഹായത്തോടു കൂടി പറ്റും. അതിനുവേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വളരെ നല്ല ഒരു പ്രോഗ്രാമാണ് ഹോണേഴ്സ് വിത്ത് റിസർച്ച് പ്രോഗ്രാം. അപ്പൊ ഇതിനൊരു നേരത്തെ നമ്മൾ പറഞ്ഞു, 3 വർഷ ഡിഗ്രിയിൽ പാസ്സായിട്ടുള്ള ഏതൊരാൾക്കും ഹോണേഴ്സ് ഡിഗ്രിയിലേക്ക് പോകാം. പക്ഷെ ഇവിടെ ജസ്റ്റ് പാസ്സായാൽ പോരാ, ആദ്യത്തെ 3 വർഷം പഠിച്ച് മൊത്തത്തിൽ ടോട്ടലായിട്ട് ഒരു 75% മേലെ മാർക്ക് നേടിയ ഒരാൾക്ക് ഹോണേഴ്സ് വിത്ത് റിസർച്ചിലേക്ക് പോകാൻ പറ്റും. കാരണം ഇത് കുറച്ചുകൂടി റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കുന്ന, അല്ലെങ്കിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ പെർഫോം ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മറ്റേ ജസ്റ്റ് ഹോണേഴ്സ് ഡിഗ്രി എന്ന് പറയുന്നത് ഏത് പാസ്സാവുന്ന ഒരാൾക്കും അതിലേക്ക് പോകാം. അപ്പൊ നിങ്ങൾ ഈ ഒരു വിഭാഗത്തിലേക്ക് കയറണമെങ്കിൽ മിനിമം 75% കുറയാത്ത മാർക്ക് എന്ത് വേണം, ആദ്യത്തെ 3 വർഷങ്ങളിൽ വേണം. അപ്പൊ ഇതിന്റെയും ക്രെഡിറ്റ് നേരത്തെ ഹോണേഴ്സ് ഡിഗ്രിയിലുള്ളതിന് സമാനമായ ക്രെഡിറ്റ് ആണ്, 177 ആണ്. വർഷം നമ്മൾ പറഞ്ഞതുകൊണ്ട് 4 ഇയർ ആണ്. ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ, ഇതിനെ ഹോണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിനൊരു 12 ക്രെഡിറ്റ് ഉള്ള ഒരു മാൻഡേറ്ററി പ്രൊജക്ട് ഉണ്ട്. അതായത് 12 ക്രെഡിറ്റ് വെച്ചാൽ ഏകദേശം 3 പേപ്പറിന് തുല്യമായിട്ടുള്ള ഒരു പ്രൊജക്ട് നിങ്ങൾ ചെയ്യണം. അപ്പോൾ നല്ല റിസർച്ച് താല്പര്യമുള്ള ആളുകൾ, ഫ്യൂച്ചറിൽ PhDയോ അല്ലെങ്കിൽ ഏതെങ്കിലും റിസർച്ച് ഫീൽഡിലേക്കൊക്കെ പോകാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം. കാരണം അതുകൊണ്ടാണ് 12 ക്രെഡിറ്റ് പ്രൊജക്റ്റ് ചെയ്യണം എന്നുള്ള നല്ല രീതിയിലൊരു പ്രൊജക്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അത് നിങ്ങളെ പ്രൊജക്റ്റിൽ നിങ്ങളെ ഗൈഡ് ചെയ്യേണ്ട ഒരു ടീച്ചർക്കും ഒരു പ്രത്യേകത പറയുന്നുണ്ട്. PhD ഉള്ള ടീച്ചേഴ്സിനെ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. PhD ഹോൾഡേഴ്സ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെയുള്ള കുട്ടികളൊക്കെ എന്താണെന്ന് വെച്ചാൽ വളരെയധികം കിട്ടുന്ന ആളുകൾക്ക് വളരെയധികം ഭാഗ്യം കിട്ടിയിട്ടുള്ള ആളുകളാണ്. നമ്മളെ ടീച്ചേഴ്സ് നോക്കുന്ന സമയത്ത് 95ഓളം ടീച്ചേഴ്സുകളുണ്ട്. അതിൽ ഏകദേശം 60ഓളം ടീച്ചേഴ്സിന് PhD ഉണ്ട്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടാവില്ല, ഇവിടെ ഈ ഹോണേഴ്സ് വിത്ത് റിസർച്ച് പ്രോഗ്രാമിലേക്ക് പോകാൻ താല്പര്യമുള്ള 75% മാർക്ക് കൂടുതൽ കിട്ടിയ ആളുകൾക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം എല്ലാ ഡിപ്പാർട്ട്മെന്റിലും മിക്കവാറും ആളുകൾ എന്താണ് PhD ഉള്ളവരാണ്. ഇനിയിപ്പോൾ കുറച്ച് ആളുകളോട് ഉണ്ട്, അവരൊക്കെ PhD ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളൊരു 3rd ഇയർ ഒക്കെ ആകുമ്പോൾ ഇവിടെ എല്ലാവരും തന്നെ PhD ഉള്ള അധ്യാപകരായിരിക്കും. അപ്പൊ അതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗം. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ 3 ഇയർ ഡിഗ്രി 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് 3 വർഷം ഡിഗ്രി കഴിഞ്ഞിട്ട് വേണം പുറത്തിറങ്ങാം. 4ാമത്തെ വർഷം ഒന്നുകിൽ നിങ്ങൾക്ക് ഹോണേഴ്സ് വാങ്ങിച്ച് പുറത്തിറങ്ങാം, അല്ലെങ്കിൽ ഹോണേഴ്സ് വിത്ത് റിസർച്ച് വാങ്ങിയിട്ട് പുറത്തിറങ്ങാം. ഇതാണ് ഈ 3 രീതിയിലാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളുടെ ഈ ഡിഗ്രി പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങളിപ്പോ ഈ ഒരു 2 കാര്യത്തെ ഇപ്പൊ നിങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ടല്ലോ, പക്ഷെ നിങ്ങളിപ്പോ അറിഞ്ഞിരിക്കണം. നിങ്ങൾ 3 വർഷം കഴിയുമ്പോൾ 75% മാർക്ക് ഇല്ലെങ്കിൽ ഇതിൽ പോകാൻ പറ്റില്ല. ഇപ്പോഴേ നല്ല രീതിയിൽ കാര്യങ്ങൾ പഠിച്ചാൽ 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഡിസൈഡ് ചെയ്ത്, ഇപ്പം നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ 3 വർഷം കഴിഞ്ഞിട്ട്
പുറത്തിറങ്ങുന്നോ 4 വർഷം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്നോ എന്നുള്ള ഇപ്പം നിങ്ങൾ തീരുമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് അന്നേരം ഡിസൈഡ് ചെയ്താൽ മതി. ഈ ഒരു സംഭവം നിങ്ങൾ എവിടെ ഒരു പേപ്പറിൽ എഴുതി കൊടുക്കുക, ഒരു തരത്തിൽ അപ്ലിക്കേഷൻ ഒന്നും കൊടുക്കുന്നില്ല. നിങ്ങൾ 3ാമത്തെ വർഷം ഡിസൈഡ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളാണ്. അതായത് മേജർ എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഈ FIGPന്റെ ഭാഗമായിട്ടുള്ള വിവിധ കോഴ്സുകളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതായത് ഒന്ന് പ്രധാനമായിട്ടുള്ളതാണ് മേജർ കോഴ്സ്. മേജർ കോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ് അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും. ഇവിടെ കെമിസ്ട്രിയിൽ അഡ്മിഷൻ എടുത്തോളുണ്ടാവും, അറബിക്കിൽ അഡ്മിഷൻ എടുത്തോളുണ്ടാവും, എക്കണോമിക്സിൽ അഡ്മിഷൻ എടുത്തോളുണ്ടാവും, അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ അഡ്മിഷൻ എടുത്തോളുണ്ടാവും. അതാണ് നിങ്ങളുടെ മേജർ. അതായത് മേജർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്, നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത് നിങ്ങളുടെ മേജർ. അപ്പോൾ മേജർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയാണോ അഡ്മിഷൻ എടുത്തത് അതാണ് നിങ്ങളുടെ മേജർ. മേജർ നിങ്ങൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. പിന്നെ ഈ മേജർ വിഷയത്തിൽ നമ്മൾ പറഞ്ഞു 133 ക്രെഡിറ്റ് ആണ് എന്തിനു വേണ്ടത്, നമ്മൾ 3 വർഷ ഡിഗ്രി കിട്ടണമെങ്കിൽ വേണ്ടത്. അപ്പോൾ 3 വർഷ ഡിഗ്രി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് മേജറിൽ എത്ര ക്രെഡിറ്റ് നേടണം, അങ്ങനെ ഓരോ വിഭാഗത്തിലും ഇത്ര ക്രെഡിറ്റ് നേടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മേജർ വിഭാഗത്തിൽ നിങ്ങൾ 50%, 133ന്റെ ഏകദേശം 50% കുറയാത്ത ക്രെഡിറ്റ് എന്തിൽ നിങ്ങൾ നേടണം, മേജറിൽ നിന്ന് നേടണം. അതായത് 68 ക്രെഡിറ്റ് ഏതിൽ നിന്നാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്, മേജർ സബ്ജക്റ്റിൽ നിന്നാണ്. അതെല്ലാം എല്ലാ മേജർ പേപ്പറും 4 ക്രെഡിറ്റുകളാണ്. അപ്പം 17 പേപ്പർ നിങ്ങൾ ആദ്യത്തെ 3 വർഷത്തിൽ എന്ത് ചെയ്യണം, പഠിക്കണം. മേജർ സബ്ജക്റ്റിലെ പേപ്പർ ഉണ്ടാവും. ഫിസിക്സിൽ ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് ഫിസിക്സിലെ ഒരു സബ്ജക്റ്റ് ഫസ്റ്റ് ഇയറിലുണ്ടാവും, സെക്കൻഡ് ഇയറിലുണ്ടാവും, അങ്ങനെ 3 വർഷം കൊണ്ട് 17 പേപ്പർ നിങ്ങൾ എന്തിൽ പഠിക്കുന്നുണ്ടാവും, ആ പെർട്ടിക്കുലർ മേജറിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. പിന്നെ ഇനിയിപ്പോൾ 4 ഇയർ ഹോണേഴ്സ് പ്രോഗ്രാമിലാണെങ്കിൽ 88 ക്രെഡിറ്റ് ആണ് എന്ത് വേണ്ടത്, നിങ്ങൾക്ക് 4 ഇയർ ഡിഗ്രി കിട്ടണമെങ്കിൽ മേജറിൽ 88 ക്രെഡിറ്റ് വേണം. അതായത് ടോട്ടലിന്റെ 177ന്റെ 50%, ഏകദേശം 50% ആയ 88 ക്രെഡിറ്റ് എന്തിൽ നേടേണ്ടതായിട്ടുണ്ട്, നമ്മുടെ മേജറിൽ നേടേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആർട്സ് കോളേജിൽ ഇത്രയും മേജർ ഡിപ്പാർട്ട്മെന്റുകളാണല്ലോ, 12 മേജർ ഡിപ്പാർട്ട്മെന്റ്, അറബിക്, എക്കണോമിക്സ്, ഹിസ്റ്ററി, സുവോളജി വരെയുള്ള. ഇതിൽ നിങ്ങളിവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളും ഇതിൽ ഏതെങ്കിലും ഒരു മേജർ എടുത്തിട്ടുള്ള കുട്ടികളായിരിക്കും, അതായത് അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികളായിരിക്കും. അതായിരിക്കും നിങ്ങളുടെ മേജർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൈനർ കോഴ്സുകളാണ്. മൈനർ എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ. ഞാൻ അവിടെ റിലേറ്റഡ് എന്നുള്ളത് ഒന്നൊരു കളർ മാറ്റി കൊടുത്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വർഷം റിലേറ്റഡ് എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ വർഷം ചിലപ്പോൾ അത് ഉണ്ടാവില്ല, കാരണം യൂണിവേഴ്സിറ്റിന്റെ ഫൈനൽ ഡയറക്ഷൻ കിട്ടിയിട്ടില്ല. അതായത് മേജർ നിങ്ങൾ ഇതുവരെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. മൈനർ ഇപ്പോഴും ഇതാണ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, വളരെ സൂക്ഷിച്ച് സെലക്ട് ചെയ്യേണ്ട കോഴ്സാണ് മൈനർ കോഴ്സ് എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്യാം. നിങ്ങളുടെ സീനിയേഴ്സിനോടൊക്കെ ചോദിച്ചാൽ മതി. ചിലരൊക്കെ എന്ത് ചെയ്യും, ഇതിനെക്കുറിച്ച് അറിവില്ലാതെ അവർക്ക് പറ്റാത്ത വിഷയങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടും. അപ്പം എന്തുണ്ട്, ഇവിടെ നമുക്ക് ഏകദേശം 35-ലധികം മൈനർ കോഴ്സുകളുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ചൂസ് ചെയ്യാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൈനർ കോഴ്സുകൾ സെലക്ട് ചെയ്യേണ്ടത് എന്ത് ചെയ്യേണ്ടതാണ്, നിങ്ങൾ വളരെ സൂക്ഷിച്ച് പഠിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ സെലക്ട് ചെയ്യണം. കാരണം ഇത് നിങ്ങൾക്കുള്ള ചോയ്സ് ആണ്. അതാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഏത് മൈനർ പഠിക്കണം എന്നുള്ളത്. അപ്പൊ എന്താ മൈനർ എന്ന് പറയാം. മൈനർ എന്ന് പറഞ്ഞാൽ ഞാൻ ആ റിലേറ്റഡ് പറഞ്ഞില്ല, ചിലപ്പോൾ നിങ്ങളുടെ ഡിസിപ്ലിന് പുറത്ത്, അതായത് ഇപ്പോൾ ഫിസിക്സ് പഠിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഫിസിക്സിന് പുറത്തുള്ള വിഷയങ്ങളൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൈനർ എടുക്കാൻ പറ്റും. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ കെമിസ്ട്രി എടുക്കാം, ബോട്ടണി എടുക്കാം, സുവോളജി എടുക്കാം, മലയാളം എടുക്കാം, അങ്ങനെ ഏത് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, മൈനർ സബ്ജക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. പക്ഷെ മുമ്പ് അങ്ങനെയായിരുന്നില്ല. മുമ്പ് നിങ്ങളൊരു ഫിസിക്സിൽ ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് മൈനറിന് പകരം മുമ്പുള്ള വാക്ക് എന്ന് പറയുന്നത് കോംപ്ലിമെന്ററി എന്നായിരുന്നു, കോംപ്ലിമെന്ററി സബ്ജക്റ്റ് എന്നായിരുന്നു. ആ കോംപ്ലിമെന്ററി സബ്ജക്റ്റ് എന്ന് പറയുന്നത് മുമ്പ് ഫിസിക്സിലുള്ള അയാൾക്ക് മാത്സും കെമിസ്ട്രിയും മാത്രമേ എടുക്കാൻ പറ്റുള്ളായിരുന്നു. ഇപ്പൊ അതല്ല. ചിലർക്ക് ഫിസിക്സ് താല്പര്യം ഉണ്ടാവും, അതൊക്കെ ചിലപ്പോൾ മാത്സ് ടഫായിരിക്കും. അങ്ങനെയുള്ള മാത്സ് ടഫായിട്ടുള്ളതൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ബോട്ടണി എടുക്കാം, വേണമെങ്കിൽ എക്കണോമിക്സ് എടുക്കാം, വേണമെങ്കിൽ മലയാളം എടുക്കാം. അതായത് ഈ മൈനർ കോഴ്സുകൾ എന്തായിരിക്കും എന്ന് വെച്ചാൽ ഓരോരോ കുട്ടികളുടെയും താല്പര്യത്തിനനുസരിച്ച് എന്തുണ്ട്, സെലക്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ മൈനർ കോഴ്സുകൾ എത്ര എണ്ണാണുള്ളതെന്ന് വെച്ചാൽ 3 ഇയർ UGയിൽ 6 മൈനർ പേപ്പറാണ് ഉണ്ടാവുക. ടോട്ടൽ 6 മൈനർ പേപ്പറാണ് ഉണ്ടാവുന്നത്. ആ 6 മൈനർ പേപ്പർ ഓരോന്നും 4 ക്രെഡിറ്റ് കോഴ്സുകളാണ്. അപ്പൊ 24 ക്രെഡിറ്റ് ആണ് എന്തിനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു 3 ഇയർ ഡിഗ്രിയിൽ 68 ക്രെഡിറ്റ് ആണ് മേജറിനുള്ളതെങ്കിൽ 24 ക്രെഡിറ്റ് ആണ് എന്തിലുള്ളത്, മൈനറിനുള്ളത്. ഇത് ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം എന്തുണ്ട്, നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഈ മൈനർ കോഴ്സുകൾ തന്നെ പല രീതിയിൽ സെലക്ട് ചെയ്യാം. 6 മൈനർ പേപ്പർ ആ ടോട്ടൽ എന്ന് പറഞ്ഞു. അത് എങ്ങനെയാ വരുന്നത് വെച്ചാൽ ആദ്യത്തെ 2 സെമസ്റ്ററിൽ 2 എണ്ണം, സെക്കൻഡ് സെമസ്റ്ററിൽ 2 എണ്ണം, തേർഡ് സെമസ്റ്ററിൽ 2 എണ്ണം. അപ്പൊ 2, 2, 2 ആദ്യത്തെ 3 സെമസ്റ്ററിൽ അങ്ങനെയാണ് വരുന്നത്. ആ
6 മൈനർ കോഴ്സുകൾ നിങ്ങൾക്ക് പല രീതിയിൽ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഫുള്ള് മൈനർ എടുക്കാം. അതായത് നിങ്ങൾ ഫിസിക്സിൽ ജോയിൻ ചെയ്ത ഒരാൾക്ക് വേണേൽ മലയാളത്തിലെ 6 പേപ്പർ എന്ത് ചെയ്യാൻ പറ്റും, ഈ 3 സെമസ്റ്ററായിട്ട് മലയാളത്തിൽ 6 പേപ്പർ മൈനറായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ കെമിസ്ട്രിയിലത്തത് ചൂസ് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ മാത്സിലത്തത് ചൂസ് ചെയ്യാൻ പറ്റും. അതായത് ഫ്രീഡം ഈ രീതിയിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, മൈനർ പേപ്പർ ചൂസ് ചെയ്യാം. വേണമെങ്കിൽ 6 എണ്ണം ഒരു സബ്ജക്റ്റിൽ നിന്ന് ചൂസ് ചെയ്യാം. വേണമെങ്കിൽ എന്ത് ചെയ്യാം, 6 എണ്ണത്തിൽ 3 എണ്ണം ഒരു സബ്ജക്റ്റിന്നും 3 എണ്ണം വേറൊരു സബ്ജക്റ്റ്. ആ രീതിയിലായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. മുമ്പുള്ള സബ്ജക്റ്റിൽ എന്തായിരുന്നു, ഇത് ഓൾറെഡി ഫിക്സ്ഡ് ആണ് താനും. അതോടൊപ്പം തന്നെ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നിർബന്ധമായിട്ടും 3 എണ്ണം ഒന്നിൽ നിന്നും 3 എണ്ണം ഒന്നിൽ നിന്നും ആ രീതിയിലായിരുന്നു മുമ്പുണ്ടായിരുന്നു. 3 എണ്ണം അല്ല, അന്നേരം എണ്ണത്തിൽ വ്യത്യാസമുണ്ട്, 4 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയാണെങ്കിൽ എന്തുണ്ട്, നിങ്ങൾക്ക് വേണേൽ 3+3 2 ഡിപ്പാർട്ട്മെന്റും ചൂസ് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യുന്നു വെച്ചാൽ 6 എണ്ണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഫറെന്റ് ചോയ്സിൽ ഡിഫറെന്റ് രീതിയിൽ വേണമെങ്കിൽ 6 മൈനർ കോഴ്സുകൾ നിങ്ങൾക്ക് 6 ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചൂസ് ചെയ്യാം. ആ രീതിയിൽ നിങ്ങൾക്ക് ഓരോരോ ആളുകൾക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പോയി പഠിക്കണം എന്നുണ്ടെങ്കിൽ 6 മൈനർ കോഴ്സുകൾ 6 ഡിപ്പാർട്ട്മെന്റിൽ പോയി പഠിക്കാം. വേണമെങ്കിൽ 4 എണ്ണം ഒന്നിൽ നിന്ന് പഠിക്കാം, 2 എണ്ണം ഒന്നിൽ നിന്ന് പഠിക്കാം, 2 പഠിക്കാം. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ മൈനർ കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ടാണ്, ഇതൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞില്ല അക്കാഡമിക് കോർഡിനേറ്റർ ഒക്കെ ഉണ്ടെന്നു, ഡിപ്പാർട്ട്മെന്റ് ലെവൽ കോർഡിനേറ്റേഴ്സ് ഉണ്ട്. അതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരൊക്കെ ഉള്ളത്. അവരോടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ആണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റുന്നത്. പിന്നെ എന്ത് ചെയ്യുക, കോളേജ് ലെവലിലെ കോർഡിനേറ്റർ ആയ ഞാനോ അല്ല വേറെ ഏതെങ്കിലും സാറാണെങ്കിൽ സാറിനോടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ സംശയങ്ങളൊക്കെ ചോദിച്ച് വളരെ സംശയങ്ങളൊക്കെ തീർത്തതിന് ശേഷം മാത്രം ഇത് സെലക്ട് ചെയ്യേണ്ടതാണ്. പിന്നെ ഇവിടെ നമ്മളെ മൈനർ ഓഫറിംഗ് ഡിപ്പാർട്ട്മെന്റ്സുകളാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു 12 UG ഡിപ്പാർട്ട്മെന്റുകളാണുള്ളത്. പക്ഷെ അതിൽ കൂടുതൽ മൈനറുകൾ ഓഫർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകൾ നമുക്കുണ്ട്. 15 ഡിപ്പാർട്ട്മെന്റുകൾ നമുക്കിവിടെ മൈനർ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. ബോട്ടണി, എക്കണോമിക്സ്, മലയാളം, കെമിസ്ട്രി, ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, കൊമേഴ്സ്, ഹിന്ദി, ഫിസിക്സ്, ജേർണലിസം, ഹിസ്റ്ററി, സുവോളജി, പൊളിറ്റിക്കൽ സയൻസ്, സംസ്കൃത്, സ്റ്റാറ്റിസ്റ്റിക്സ്, സംസ്കൃതം ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഇവിടെ മൈനർ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫിസിക്സിൽ ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് വേണേൽ ജേർണലിസം എടുക്കാം, വേണേൽ പൊളിറ്റിക്കൽ സയൻസ് എടുക്കാം. അങ്ങനെ ഏത് പേപ്പർ വേണമെങ്കിലും, ഒരിക്കലും ഫിസിക്സിന് പുറമേയുള്ള നിങ്ങളിപ്പം ജോയിൻ ചെയ്ത സബ്ജക്റ്റിന് പുറമേയുള്ള സബ്ജക്റ്റുകളിലെ കോഴ്സുകളാണ് നിങ്ങൾ മൈനർ കോഴ്സുകളായിട്ട് എടുക്കേണ്ടത്. അപ്പം ഇതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇപ്പൊ ഞാനൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടി നമ്മൾ വളരെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് എന്ത്, ഇന്റേൺഷിപ്പ് പ്രോഗ്രാം. FIUGPന്റെ ഭാഗമായിട്ട് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഉണ്ടാവും. ഇത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഇപ്പോഴത്തെ സെക്കൻഡ് ഇയറിലെ കുട്ടികൾ, നിങ്ങളുടെ സീനിയർ ആയിട്ടുള്ള കുട്ടികൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്റേൺഷിപ്പിന് പോയ ഒരു ഇതാണ്. ഒരു ഫേമിൽ പോയിട്ടുണ്ടായിരുന്നു 10ഓളം കുട്ടികൾ. ഒരു ലാബിൽ ഇൻസ്ട്രുമെന്റ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ കുറച്ച് ദിവസം ഇന്റേൺഷിപ്പിന് പോയി. അവർ ഇന്റേൺഷിപ്പ് പൂർത്തീകരിച്ച ഫിസിക്സിലെ കുട്ടികളാണിത്. അപ്പൊ ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് 2 ക്രെഡിറ്റ് പ്രോഗ്രാം ആണ് എന്ത് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്. അത് ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് നിങ്ങൾ 60 മണിക്കൂറിൽ കുറയാതെ ഏതെങ്കിലും ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇൻഡസ്ട്രി, ലാബ്സ്, പിന്നെ IIT, ISES, IIM, സെൻട്രൽ യൂണിവേഴ്സിറ്റി, അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ പോയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു 60 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്ത് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക. അത് ജസ്റ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക എന്നുള്ളതല്ല ഇതിന്റെ ആശയം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ നാഷണൽ ലെവലിലുള്ള ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നോക്കിയാലും അവിടെ നല്ല രീതിയിലുള്ള റിസൾട്ടുകൾ ഉണ്ടാക്കുന്നതിന് കാരണം എന്താണ്, അവിടുത്തെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകളാണ്. കുട്ടികൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കോളേജിൽ തന്നെ ഇന്റേൺഷിപ്പ് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അതോടൊപ്പം നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ തന്നെ താല്പര്യമുള്ള ആളുകൾക്ക് ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകൾ നമ്മുടെ കോളേജിൽ തന്നെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ഒരു എക്സ്പീരിയൻസ് കൂടി വെച്ച് നല്ല സ്ഥലത്ത് നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ, ഈ 3 വർഷത്തിനുള്ളിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പീരീഡിലാണ് ഈ ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ചെയ്യേണ്ടത്. ഈ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം നല്ല സ്ഥലങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല തരത്തിലുള്ള റെക്കമെൻഡേഷനും നിങ്ങളുടെ CV, ഇപ്പോൾ പുതിയ കാലഘട്ടം എന്ന് പറയുന്നത് മുമ്പത്തോളം നിന്ന് വ്യത്യസ്തമായി നമ്മുടെ സർട്ടിഫിക്കറ്റിൽ നിന്ന് ജോലി കിട്ടുന്ന ആ കാലത്ത് നിന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ എന്ത് ചെയ്യില്ല, നമുക്ക് ജോലി കിട്ടുന്ന ഒരു കാലഘട്ടമല്ല. പലപ്പോഴും പല കമ്പനികളും പല സ്ഥലങ്ങളും ജോലി സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ തന്നെ പ്രൈവറ്റ് ഫേമിലൊക്കെ നല്ല നല്ല കമ്പനികൾ റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അതിന് അവരുടെ മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചാൽ സ്കില്ല്, നമ്മുടെ കുട്ടികൾക്ക് എത്രത്തോളം സ്കില്ലുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഓരോ കുട്ടികളും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഒരു കോഡിംഗ് ആണെങ്കിൽ കോഡിംഗ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ പ്രവർത്തിച്ച ഒരു സ്കില്ലാണെങ്കിൽ അത്, ഒരു അക്കൗണ്ടിങ് സ്കില്ലാണെങ്കിൽ അത്, ആ തരത്തിലുള്ള
നല്ല സ്കില്ലുള്ള ഒരാളുകളെ ആളുകൾ എടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇന്റേൺഷിപ്പ് വരുന്നത്. അപ്പോൾ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ കുട്ടികൾ വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഏറ്റവും നല്ല ഇന്ത്യയിലെ മികച്ച സ്ഥാപനം, ഇന്ത്യയിൽ മാത്രമല്ല വേണം പുറത്തും പോയിട്ട് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാം. പലതിനും നിങ്ങൾക്ക് എന്തുണ്ട്, സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കിട്ടുന്നുമുണ്ട്. സമ്മർ റിസർച്ച് ഫെലോഷിപ്പ് എന്നൊക്കെ പറയുന്ന പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുണ്ട്. നല്ല സ്കോളർഷിപ്പ് ഒക്കെ കിട്ടും. പക്ഷെ അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നമ്മളെ കുട്ടികൾക്കും നിങ്ങളുടെ FIGP അല്ല അതിന് മുമ്പുള്ള കുട്ടികളൊക്കെ പലരും അതുപോലത്തെ പ്രോഗ്രാമുകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് ജോയിൻ ചെയ്യാറുണ്ട്. നിങ്ങളും ആ ഒരു പ്രോഗ്രാമിലേക്കൊക്കെ ഇന്റേൺഷിപ്പിലൊക്കെ എത്തിപ്പെട്ടാൽ എന്ത് ചെയ്യാം, നമ്മൾ അതിലൂടെ രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അതിനൊക്കെ വേണ്ടിയിട്ട് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എഫേർട്ട് നിങ്ങൾ ഇടേണ്ടി വരും. നമ്മൾ സാധാരണ ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാര്യം കൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈ തരത്തിലുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും ഇന്റേൺഷിപ്പ് പോലെയുള്ള പ്രോഗ്രാമുകളിൽ എത്തിപ്പെടാനും സാധിച്ചോളണമെന്നില്ല. അതിന് നിങ്ങൾക്ക് എങ്ങനെ എത്തിപ്പെടാമെന്നുള്ള കാര്യങ്ങൾ നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. പലരും അത് ഉപയോഗപ്പെടുത്താറില്ല. വളരെ കുറഞ്ഞ കുട്ടികളാണ് ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താറുള്ളത്. ഇവിടെയുള്ള അത് ഉപയോഗപ്പെടുത്തുന്ന ഈ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന്റെ അവസരങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ നിർദ്ദേശത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യയിലെ തന്നെ മികച്ച സ്ഥാപനങ്ങളിൽ എത്തിപ്പെടാനും അതിലൂടെ നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനും പറ്റും. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം ഓഫർ ചെയ്തിട്ടുള്ള ഇന്റേൺഷിപ്പ് പ്രോഗ്രാമാണ്. ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്തിട്ടുള്ള ഇന്റേൺഷിപ്പ് പ്രോഗ്രാമാണ്. അതിൽ വിവിധ ഏരിയകളിൽ നമ്മൾ ഇന്റേൺഷിപ്പ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ഉള്ളവർക്ക് മാത്രമല്ല, പ്രധാനമായിട്ട് പുറത്തുള്ള കോളേജിലെ കുട്ടികൾക്കും ഒക്കെ നമ്മൾ കൊടുക്കുന്നത്. നമ്മൾക്ക് കുറേ സ്ഥലത്ത് നിന്ന് ഇവിടെ ദേവഗിരി ഫറൂഖ് കോളേജ്, പിന്നെ പല കോളേജിൽ നിന്ന് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള പാലക്കാടിലെ വിക്ടോറിയ കോളേജ്, അങ്ങനെ പല ഭാഗത്തു നിന്നുള്ള കുട്ടികൾ വന്നിട്ട് ഇവിടെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്. ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രോഗ്രാമാണ്. ഈ വർഷവും നമ്മൾ ഇതുപോലത്തെ പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇതുപോലത്തെ പ്രോഗ്രാമിന്റെ ഭാഗം ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതേപോലെ പല സ്ഥലങ്ങളിലും ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. അതിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിലൊക്കെ നിങ്ങൾ അതിന്റെ പാർട്ടായി മാറണം. അപ്പോൾ നല്ല മെറിറ്റുള്ള ആളുകളെ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ഈ പ്രോഗ്രാമിലൊക്കെ പരിഗണിക്കേണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അക്കാഡമിക്സ് മെച്ചപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പാർട്ടായിട്ട് മാറാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് മേജർ മൈനർ കോഴ്സുകളെ കുറിച്ചാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊന്ന് സമ്മറൈസ് ചെയ്യാം. അതായത് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് എന്നുള്ളതാണ് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ള കോഴ്സുകളെ ഒന്നിച്ച് നമ്മൾ പറയുന്നത്. ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് എന്ന് പറഞ്ഞാൽ മേജർ കോഴ്സുകളും മൈനർ കോഴ്സുകളും ഇന്റേൺഷിപ്പിനെയും ഒന്നിച്ചാണ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു മേജർ കോഴ്സായിട്ട് 17 മേജർ കോഴ്സുകളുണ്ട്. അതിന് 68 ക്രെഡിറ്റ് ആണ്. മൈനർ കോഴ്സുകൾ 6 കോഴ്സാണുള്ളത്, അതിന് 24 ക്രെഡിറ്റ് ആണ്. പിന്നെ ഇന്റേൺഷിപ്പിന്റെ ക്രെഡിറ്റ് 2 ആണ്. അങ്ങനെ ടോട്ടൽ 23 പേപ്പറിലായിട്ട് 94 ക്രെഡിറ്റ് ആണ് എന്തിൽ നേടേണ്ടത്, നിങ്ങൾ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് മേജർ മൈനർ വിഭാഗത്തിൽ നേടേണ്ടത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ആദ്യത്തെ 3 വർഷം 133 ക്രെഡിറ്റ് ആണ് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള ക്രെഡിറ്റ് കൂടി വേറെ ഇതിൽ നിന്ന് നേടേണ്ടതായിട്ടുണ്ട്. അത് എവിടെ നിന്നാണെന്നുള്ളത് പറയുന്നതാണ്. ഇനി വളരെ ശ്രദ്ധയോടുകൂടി കാണേണ്ട മറ്റൊരു കാര്യമാണ് സ്വിച്ചിങ് ദ മേജർ ആൻഡ് മൈനർ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മേജറും മൈനറും സ്വിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിന്റെ ഇതുണ്ട്. നമ്മളിപ്പം നിങ്ങളുടെ സീനിയർ കുട്ടികളുടെ സ്വിച്ചിങ് നടത്തിയിട്ടുള്ളൂ, ഒരു 2 ആഴ്ച മുമ്പ് നടത്തിയിട്ടുള്ളൂ. ഇതെന്താണെന്നുള്ളതും നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് പറയാം, വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കാം. അതായത് സ്വിച്ചിന്റെ മേജർ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു മേജർ ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഫിസിക്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ വളരെ താല്പര്യത്തോടു കൂടിയാണ് ഫിസിക്സിൽ ജോയിൻ ചെയ്തുള്ളത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു 6 മാസം കഴിയുമ്പോൾ തോന്നുന്നു ഇത് എന്നെ കൊണ്ട് പറ്റുന്നില്ല, എന്നെ കൊണ്ട് ഇത് പോവില്ല, 3 വർഷം 4 വർഷം പഠിക്കണ്ടേ, പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ആ മേജർ മാറാനുള്ള അവസരമുണ്ട് ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ. അതാണ് ഈ സ്വിച്ചിങ് എന്ന് പറയുന്നത്. ഒരു കേസ് അങ്ങനെയായിരിക്കും. ഒരു കുട്ടിക്ക് എന്ത് തോന്നുന്നു, അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ് പറ്റുന്നില്ലെങ്കിൽ അവരുടെ മേജറിൽ നിന്ന് മൈനർ എടുത്ത വേറെ ഏതെങ്കിലും പേപ്പർ ഉണ്ടാവില്ല. മൈനർ നിങ്ങൾ താല്പര്യത്തോടു കൂടി ആയിരിക്കല്ലോ എടുത്തുണ്ടാവുക. ഫിസിക്സിലുള്ള ഒരാൾക്ക് കെമിസ്ട്രി ആ താല്പര്യം വെച്ചാൽ കെമിസ്ട്രി ആയിരിക്കും അവർ മൈനർ എടുത്തുള്ളത്. കെമിസ്ട്രി മലയാളമാണ് താല്പര്യമെങ്കിൽ മലയാളം എടുത്തുണ്ടാവും. നിങ്ങൾ ഏതെങ്കിലും ഒരു പേപ്പർ മൈനറായി പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, മാറാനുള്ള ഒരവസരമുണ്ട്. അതാണ് സ്വിച്ചിന്റെ മേജർ. അപ്പൊ നമുക്ക് ഈ വർഷം നമ്മുടെ മാറിയിട്ട് കുട്ടികൾ എന്തുകൊണ്ടാണ് മാറിയതെന്ന് വെച്ചാൽ ചിലർക്ക് ഈ പറഞ്ഞതുകൊണ്ടോ പറ്റുന്നില്ല എന്നൊരു തോന്നൽ, അവരെടുത്ത സബ്ജക്റ്റ് പറ്റുന്നില്ല എന്നുള്ള തോന്നൽ കൊണ്ട് അവരവരുടെ മേജറിൽ നിന്ന് അവരുടെ മൈനറിലേക്ക് മാറാൻ തോന്നും. ഈ വർഷം നമ്മൾ അപ്ലിക്കേഷൻ തന്ന എല്ലാവർക്കും കൊടുത്തു എന്നുള്ളതാണ്. എല്ലാവർക്കും തന്നിട്ടുള്ള കുട്ടികൾ താല്പര്യം പ്രകടിപ്പിച്ച് എല്ലാവർക്കും നമുക്ക് മേജർ സ്വിച്ച് ചെയ്യാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ള എന്താന്ന് വെച്ചാൽ ചില കുട്ടികൾക്ക് എന്തുണ്ടായിരുന്നില്ല, അവർ പ്രതീക്ഷിച്ച വിഷയം കിട്ടിയില്ല. ഫസ്റ്റ് ഇയറിന് എന്ത് ചെയ്തില്ല എന്ന് വെച്ചാൽ നമ്മുടെ റാങ്ക് ലിസ്റ്റൊക്കെ വന്ന് അഡ്മിഷൻ നടത്തിയാരോ അവർ പ്രതീക്ഷിച്ച വിഷയം കിട്ടിയില്ല.
അതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവർ പ്രതീക്ഷിച്ച വിഷയം മൈനറായി ചൂസ് ചെയ്തു. അപ്പം ഇനി എന്ത് ചെയ്തു, സെക്കൻഡ് ഇയർ ആയാലും എന്ത് ചെയ്തു, അവർ മേജർ സ്വിച്ച് ചെയ്തു, മൈനറിനെ അവർ മേജറാക്കി മാറ്റി. അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പം ഇവിടെ ഇരിക്കുന്ന ചില ആളുകൾക്കൊക്കെ ഇവിടെ നിങ്ങൾ ചിലപ്പം പ്രതീക്ഷിച്ച വിഷയം കിട്ടാത്തവരുണ്ടാവും. അവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ കിട്ടാത്ത വിഷയത്തെ മൈനറായി എടുക്കുക. നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ എന്ത് ചെയ്യുക, മാറാനുള്ള ഒരവസരമുണ്ട്. അതും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ്, ഓരോ ആളുകളും ഉപയോഗപ്പെടുത്തേണ്ടത്. അപ്പൊ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താം. ഒന്ന്, നിങ്ങൾക്ക് ഇപ്പൊ ജോയിൻ ചെയ്ത മേജർ ജോയിൻ ചെയ്ത മേജറിൽ ബുദ്ധിമുട്ട് തോന്നുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് മാറാനുള്ള അവസരമുണ്ട്. പിന്നെ നിങ്ങൾ പ്രതീക്ഷിച്ച മേജർ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അത് മൈനറായി ചൂസ് ചെയ്തുകൊണ്ട് അടുത്ത വർഷം മാറാനുള്ള സാഹചര്യമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം ആദ്യത്തെ വർഷത്തിലുള്ള കോഴ്സുകളൊക്കെ എന്താണെന്ന് വെച്ചാൽ അത്ര വലിയ ടഫ് കോഴ്സുകളൊന്നും അല്ലല്ലോ. ആദ്യത്തെ വർഷം നിങ്ങൾ പ്ലസ് 2 ലെവലിൽ പഠിച്ചതിന് തത്തുല്യമായ കോഴ്സുകളാണ്. പക്ഷേ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒക്കെ ആകുമ്പോഴാണ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് കോഴ്സുകൾ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തുണ്ടാവില്ല, ഞാൻ ആ ക്ലാസ് പഠിച്ചതുകൊണ്ട് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അതൊന്നും വരാനുള്ള സാധ്യത ഇല്ല. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു 10% സീറ്റുകളാണ് എന്തിനു വേണ്ടിയിട്ടുള്ളത്, ഈ മേജർ സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. ആ ഒരു വേക്കൻസിയിലേക്കായിരിക്കും മാറാൻ പറ്റുന്നുണ്ടാവാം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, നമ്മൾ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സുകളെ കുറിച്ചായിരുന്നു പറഞ്ഞത്. അതായത് മേജറും മൈനറും ഉള്ള കോഴ്സുകളായിരുന്നു. അതിന് നമുക്ക് ഏകദേശം 98 ക്രെഡിറ്റ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് എന്തുണ്ടെന്ന് വെച്ചാൽ ബാക്കിയുള്ള കോഴ്സുകൾ 133 ക്രെഡിറ്റിലേക്ക് ബാക്കിയുള്ള 94 ക്രെഡിറ്റ് ആയിരുന്നു നേരത്തെ പറഞ്ഞത്. അതിൽ നിന്ന് ഇനി ഒരു 39 ക്രെഡിറ്റ് കൂടി നമുക്ക് നേടേണ്ടതായിട്ടുണ്ട്. അത് എവിടെ നിന്നാണ് നേടുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതായത് FIUGPന്റെ ഭാഗമായിട്ട് നമുക്ക് ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകളുണ്ട്. അത് 13 ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകളാണ് ഉള്ളത്. അതെല്ലാം 3 ക്രെഡിറ്റ് കോഴ്സുകളാണ്. മേജറും മൈനറും നമ്മൾ 4 ക്രെഡിറ്റ് കോഴ്സുകളാണെങ്കിൽ ഇതെല്ലാം 3 ക്രെഡിറ്റ് കോഴ്സുകളാണ്. അത് 13 എണ്ണാണ് ഉള്ളത്. ഇത് 3 വർഷത്തിലാണ്. അത് തന്നെ വിവിധ കാറ്റഗറിയിൽ തിരിച്ചിരിക്കുന്ന കോഴ്സുകളാണ്. അതൊന്ന് എന്താണെന്ന് വെച്ചാൽ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സാണ്. അതിൽ 4 കോഴ്സുകൾ എന്താണെന്ന് വെച്ചാൽ 13 കോഴ്സിൽ 4 എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സാണ്. അപ്പോൾ അതിൽ എബിലിറ്റി എൻഹാൻസ്മെന്റ് എന്ന് പറയുന്നത് അത് പ്രധാനമായിട്ട് നിങ്ങളുടെ ലാംഗ്വേജ് സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നിങ്ങൾക്ക് എങ്ങനെ ഇംഗ്ലീഷിലാണെങ്കിലും ലാംഗ്വേജ് സ്കില്ലും കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഴ്സുകളാണ്. അപ്പോൾ അതിൽ 4 2 എന്താണ് സെക്കൻഡ് ലാംഗ്വേജ് ആണ്, മലയാളമോ അല്ലെങ്കിൽ ഹിന്ദിയോ ഒക്കെ ആയിരിക്കും. 2 ഇംഗ്ലീഷിന്റെ കോഴ്സുകളാണ്. അപ്പൊ AEC 1, AEC 2, AEC 3, AEC 4 തുടക്കത്തിലൊരു വീഡിയോ ഒക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ദേവിക നടത്തിയ ആ വീഡിയോയിൽ അവൾ പറയുന്നുണ്ടായിരുന്നു AEC 1, AEC 2 എന്നൊക്കെ പറയുന്നത്. ആ കോഴ്സുകളെല്ലാം ആണ് ഇത് വരുന്നത്. അപ്പൊ 4 എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സുകളാണ് വരുന്നത്. പിന്നെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകളുണ്ട്. ഇത് MDC എന്ന് പറയും. അതെന്ന് പറയുന്നത് അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പം സെലക്ട് ചെയ്ത മേജർ കോഴ്സിന് പുറമേയുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന കോഴ്സുകളാണ് എന്ത്, MDC കോഴ്സുകൾ എന്ന് പറയുന്നത്. അതിൽ 3 കോഴ്സുകളിൽ 2 എന്താണെന്ന് വെച്ചാൽ എല്ലാ ഡിസിപ്ലിൻ, നിങ്ങൾക്ക് ഏത് ഡിസിപ്ലിനിൽ നിന്നും എടുക്കാം. പക്ഷെ ഒരെണ്ണം ഇംഗ്ലീഷിൽ നിന്ന്, ഒരെണ്ണം സെക്കൻഡ് ലാംഗ്വേജിൽ നിന്ന്, ഇംഗ്ലീഷ് അല്ലെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് അതിൽ നിന്നാണ് എടുക്കേണ്ടത്. അപ്പോൾ അതാണ് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ്. പിന്നെ വാല്യൂ ആഡഡ് കോഴ്സുകളാണ്. അതായത് നമ്മളൊക്കെയുള്ള പലതരത്തിലുള്ള വാല്യൂസ് ആഡ് ചെയ്യാൻ സഹായിക്കുന്ന തരത്തിലുള്ള കോഴ്സുകൾ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, നിങ്ങളെ പെർസ്പെക്റ്റീവ് ബിൽഡിംഗ്, അതുപോലത്തെ തരത്തിലുള്ള നിങ്ങളിലൊരു പലതരത്തിലുള്ള പേഴ്സണാലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും നിങ്ങൾക്ക് പലതരത്തിലുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കാനും സഹായിക്കുന്ന തരത്തിലുള്ള കോഴ്സുകളാണ് വാല്യൂ ആഡഡ് കോഴ്സുകൾ. അത് 3 കോഴ്സുകളാണുള്ളത്. അത് ഓഫർ ചെയ്യുന്നത് 2 കോഴ്സുകൾ ഓഫർ ചെയ്യുന്നത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റും, ഒരു കോഴ്സ് ഓഫർ ചെയ്യുന്നത് അഡീഷണൽ ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ് ഡിപ്പാർട്ട്മെന്റും ആണ്. പിന്നെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഈ ഒരു 4 വർഷ ഡിഗ്രി ഒക്കെ വരുന്നേരം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് സ്കില്ല്, നിങ്ങളിൽ എത്രത്തോളം സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, അതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഡിഗ്രി സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ നമ്മൾ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ട്. SCC എന്ന് പറയും. 3 സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകളാണ് ഉള്ളത്. അതിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ക്രിയേറ്റിവിറ്റി, ക്രിട്ടിക്കൽ തിങ്കിങ്, പിന്നെ പലതരത്തിലുള്ള നിങ്ങൾ മേജർ ഡിസിപ്ലിനിലാണെങ്കിൽ അവർക്ക് ആവശ്യമുള്ള കമ്പ്യൂട്ടറേഷൻ സ്കില്ലുകളും, അങ്ങനെ പലതരത്തിലുള്ള സ്കില്ലുകളും ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന തരത്തിലുള്ള കോഴ്സുകളാണ്. ഇതിൽ 3 ഒരെണ്ണം ഓഫർ ചെയ്യുന്നത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ആണ്, ഒരെണ്ണം ഏത് ഡിസിപ്ലിൻ ആവോ, ഒന്ന് മേജർ, നിങ്ങൾ എടുത്ത മേജർ ഡിപ്പാർട്ട്മെന്റിലെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന കോഴ്സുകളാണ്. ഇങ്ങനെ 13 കോഴ്സുകളാണ് എന്തിലുള്ളത്, ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകളുള്ളത്. അതിങ്ങനെ 4 വിഭാഗത്തിലാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ മൊത്തത്തിലുള്ള ആ 13 കോഴ്സുകളുടെ സ്പ്ലിറ്റിംഗ് ഉണ്ട്. AEC 4 MDC 3 VAC 3
സ്കിൽ എൻഹാൻസ്മെന്റ് 3 അങ്ങനെ 13 കോഴ്സുകൾ, ഓരോന്നും 3 ക്രെഡിറ്റ് ആണ്. അപ്പൊ 13 × 3 39 ക്രെഡിറ്റ് ആണ് എന്തിൽ വരുന്നത്, നമ്മുടെ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സിൽ വരുന്നത്. ഓക്കെ, ഞാൻ ഇതെല്ലാം കൂടി കണക്ക് കൂട്ടിയിട്ടുള്ളൊരു കണക്കാണ് ഇവിടെ പറയുന്നത്. നമുക്ക് പറഞ്ഞു മേജർ കോഴ്സുകളിൽ എത്രയാണ്, 17 കോഴ്സുകളാണുള്ളത്, അതിന് 68 ക്രെഡിറ്റ് ആണ്. മൈനർ കോഴ്സുകൾ 6 എണ്ണാണുള്ളത്, 6 × 4 24 ക്രെഡിറ്റ് ആണ്. 2 ഇന്റേൺഷിപ്പ് ഉണ്ട്. ജനറൽ ഫൗണ്ടേഷൻ കോഴ്സിന് ഇപ്പം കാണിച്ച 39 ക്രെഡിറ്റ്, ഇതെല്ലാം കൂടി കൂട്ടിയാലാണ് 133. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് 133 ക്രെഡിറ്റ് ആണ് 3 വർഷം ഡിഗ്രിക്ക് എന്ന് പറഞ്ഞു. അത് ഈ രീതിയിലാണ് നിങ്ങൾ നേടേണ്ടത്. നിങ്ങൾക്ക് ഇതിനപ്പുറത്ത് നേടാം, ഇതിൽ കൂടുതൽ കോഴ്സുകൾ നിങ്ങൾക്ക് വേണം, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ഡിഗ്രി നേടണമെങ്കിൽ മിനിമം 133 വേണം. അതിൽ കൂടുതൽ 150 160 ഒക്കെ നിങ്ങൾക്ക് നേടാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈൻ കോഴ്സുകളൊക്കെ എടുക്കാം. അതൊക്കെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ ഭാഗമാക്കുന്നതിനൊന്നും പ്രശ്നമല്ല. പക്ഷേ നിങ്ങൾ മിനിമം ഇത്ര നേടിയാലേ നിങ്ങൾക്ക് എന്തുള്ളൂ, ഡിഗ്രി കിട്ടത്തുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾ എന്തൊക്കെ കോഴ്സുകളാണ് പഠിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഒരു മേജർ കോഴ്സ് ഉണ്ടാവും, നിങ്ങൾ ജോയിൻ ചെയ്ത ഡിപ്പാർട്ട്മെന്റിൽ ഒരു മേജർ കോഴ്സ് ഉണ്ടാവും, പിന്നെ 2 മൈനർ കോഴ്സുകൾ പഠിക്കാനുണ്ടാവും. 2 വിഷയം നിങ്ങൾക്ക് സെലക്ട്. ഫസ്റ്റ് മേജർ എന്തായാലും നിങ്ങൾ ജോയിൻ ചെയ്ത ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും, അതിവിടെ നിങ്ങൾക്ക് സെലക്ഷൻ ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷെ 2 മൈനർ നിങ്ങൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് വളരെ കെയർഫുൾ ആയിട്ട് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. നിങ്ങൾ ചോദിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വളരെ കെയർഫുൾ ആയിട്ട് എന്ത് ചെയ്താൽ മതി, സെലക്ട് ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ഷനുള്ള അവസരം തരും. ഒരു ഗൂഗിൾ ഫോമോ അങ്ങനെ എന്തെങ്കിലും ലിങ്കോ കാര്യങ്ങളോ തരുന്നുണ്ടാവും. അതിൽ നിങ്ങൾ വളരെ ഇവിടെയുള്ള ഏതൊക്കെ കോഴ്സുകളാണോ ഓഫർ ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അതൊക്കെ നോക്കി വളരെ കെയർഫുൾ ആയിട്ട് 2 മൈനർ കോഴ്സുകളും സെലക്ട് ചെയ്യാം. നിങ്ങളിപ്പോൾ മേജർ സ്വിച്ചിങ് നടത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കോഴ്സുകൾ, സ്വിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കോഴ്സുകൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് മൈനറായിട്ട് സെലക്ട് ചെയ്യാം. എന്നാൽ നിങ്ങൾക്ക് അടുത്ത വർഷം സ്വിച്ച് ചെയ്യാനും എളുപ്പമായിരിക്കും. പിന്നെ MDC, നേരത്തെ പറഞ്ഞോളൂ, ഒരു MDC ഉണ്ട്, ഒരു മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ഉണ്ട്. അതും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ അവസരമുണ്ട്. അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലെ ലിങ്ക് തരുന്നുണ്ടാവും, ഏതൊക്കെ കോഴ്സുകളാണ് MDC എന്നുള്ളതിൽ പറയും, അത് സെലക്ട് ചെയ്യാം. പിന്നെ 2 AEC ആണ്, AEC 1 ഉം AEC 2. അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനില്ല. ഒന്ന് എന്താണ്, നിങ്ങൾ ഇംഗ്ലീഷ് ആയിരിക്കും, പിന്നെ നിങ്ങൾ ഏത് സെക്കൻഡ് ലാംഗ്വേജ് ആണോ എടുത്തത് അതിലായിരിക്കും. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിലെ 6 പേപ്പറിൽ 3 പേപ്പർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. 2 മൈനറും ഒരു MDC. ഇതാണ് നിങ്ങളെ എന്ത് ചെയ്യേണ്ടത്, വളരെ കെയർഫുൾ ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ അപ്പൊ ഇനി നിങ്ങൾക്ക് 4ാമത്തെ വർഷം എന്താണെന്നുള്ളതാണ്. 4ാമത്തെ വർഷം ഞാൻ പറഞ്ഞു മൊത്തം 177 ക്രെഡിറ്റ് ആണ് 4 ഇയർ ഡിഗ്രിയിൽ വേണ്ടത്, ഡിഗ്രി കിട്ടാൻ വേണ്ടി വേണ്ടത്. 133 ക്രെഡിറ്റ് ആദ്യത്തെ 3 വർഷം. ഇതെന്താന്ന് വെച്ചാൽ 3+1 ആക്കി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 3 വർഷം കഴിയുമ്പോൾ ഒരാൾക്ക് വേണമെങ്കിൽ 3 ഇയർ ഡിഗ്രി കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാം. അത് അങ്ങനെ പറഞ്ഞു. 4ാമത്തെ വർഷത്തിലേക്ക് പോകുമ്പോൾ എന്തുണ്ട്, 2 രീതിയിലേക്ക് പോകാമെന്ന് പറഞ്ഞല്ലോ. ഒന്നെന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഹോണേഴ്സ് പ്രോഗ്രാമിലേക്ക് പോകാം, ജസ്റ്റ് പാസ്സായ ആളുകൾക്കും ഹോണേഴ്സിലേക്ക് പോകാം. ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഹോണേഴ്സ് വിത്ത് റിസർച്ചിലേക്ക് പോകാം. അതിന് 75% ഇതുണ്ട്. അപ്പൊ ശരിക്കും ഒരു 4 ഇയർ ഡിഗ്രി ആണെങ്കിൽ നമ്മളൊരു 3+1 എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ 3 വർഷം കഴിയുമ്പോൾ നമുക്ക് അവിടെ എന്തുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. നിങ്ങൾ ഡിഗ്രി വാങ്ങിച്ച് പുറത്തിറങ്ങുന്നോ, ഇനി ഫെയിലായവരൊക്കെ എന്ത് ചെയ്യണം, അത് പരീക്ഷ എഴുതി അത് എഴുതി എടുക്കണം, എന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പുറത്തിറങ്ങണമെങ്കിലോ കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ. പിന്നെ ഹോണേഴ്സ് സെലക്ട് ചെയ്യാം, ഹോണേഴ്സ് വിത്ത് റിസർച്ചോ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇതിൽ വരുന്നത് 7th സെമസ്റ്റർ, അതായത് 4ാമത്തെ ഇയർ ഫസ്റ്റ് സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ 7th ആയിരിക്കും, പിന്നെ 8th സെമസ്റ്റർ ആയിരിക്കും. 7th സെമസ്റ്ററിൽ നമുക്ക് എത്ര കോഴ്സുകൾ ഉണ്ടെന്ന് വെച്ചാൽ 5 കോഴ്സുകളുണ്ട്. 5 മേജർ കോഴ്സുകളുണ്ട്, അതിന് 20 ക്രെഡിറ്റ് ആണ്. പിന്നെ 8ാമത്തെ സെമസ്റ്ററിൽ നമുക്ക് എന്തുണ്ടെന്ന് വെച്ചാൽ 3 കോഴ്സുകളും ഉണ്ട്. 3 എന്തുണ്ടാവും വെച്ചാൽ 3 പേപ്പറിന് ഇക്വാലന്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റും ഉണ്ട്. അപ്പോൾ 8ാമത്തെ സെമസ്റ്റർ 3 കോഴ്സും പഠിക്കണം, പിന്നെ ഒരു 3 കോഴ്സിന് തുല്യമായ ഒരു പ്രൊജക്റ്റും ചെയ്യണം. ആ രീതിയിലാണ്. അല്ലെങ്കിൽ പ്രൊജക്റ്റ് അല്ലെങ്കിൽ അതിന് പകരം 3 കോഴ്സ് ചെയ്താലും മതി. ഹോണേഴ്സിൽ കോഴ്സ് ചെയ്യാനുള്ള അവസരമുണ്ട്. അതായത് ഏകദേശം 6 പേപ്പറിന് തുല്യമായ കാര്യങ്ങളാണ് എന്തിൽ ചെയ്യേണ്ടത്, നിങ്ങൾ 8ാമത്തെ സെമസ്റ്ററിൽ ചെയ്യേണ്ടത്. അപ്പം 11 പേപ്പറാണ് എന്തിൽ വരുന്നത്, നിങ്ങൾക്ക് 4ാമത്തെ വർഷമുള്ളത്, അതിന് 44 ക്രെഡിറ്റ്. അങ്ങനെയാണ് 177 വരുന്നത്. 133 ആദ്യത്തെ 3 ഇയറും 4ാമത്തെ വർഷം 44 ക്രെഡിറ്റും, അങ്ങനെ 177 വരുന്നു. ഓക്കെ, പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം തന്നെ ഡിഫറെന്റ് പാത്വേയിലൊക്കെ ആയിട്ട് ഇതാക്കാം. അതിനു മുമ്പേ ഇവിടെ നമ്മുടെ കോഴ്സുകൾ എല്ലാ വർഷവും ഒരേ ഗ്രേഡിങ്ങിലുള്ള കോഴ്സുകളല്ല. അപ്പോൾ നമ്മളിപ്പോൾ 0 to 99 പല അക്കാഡമിക് ലെവലിൽ വെച്ചിട്ടാണ് നമ്മളെ കോഴ്സുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്.
അതായത് പ്രീ റിക്വസൈറ്റ്സ് എന്ന് പറയുന്ന ഫൗണ്ടേഷൻ കോഴ്സുകളുണ്ട്. അതായത് നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ച കാര്യങ്ങളെ അതിൻ്റെ ഒരു ഗ്രേഡിങ് കൊടുത്തുള്ള 0 to 99 എന്ന് പറയുന്ന ആ ഒരു ലെവലിലുള്ള കോഴ്സുകളായിട്ടാണ് നിങ്ങൾ പ്ലസ് ടു ലെവൽ വരെ പഠിച്ചിട്ടുള്ള ക്ലാസ്സുകളിൽ പഠിച്ച കോഴ്സുകളാണ് പറയുന്നത്. അതാണ് നിങ്ങൾ ഡിഗ്രി പഠിക്കാനുള്ള അടിസ്ഥാന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ പ്ലസ് ടു പാസ്സാവുക എന്നുള്ളതാണോ? ആണല്ലോ. ആ പ്ലസ് ടു വരെ നിങ്ങൾ പഠിച്ചതിനെ ഒരു 0 to 90 എന്ന് പറയുന്ന ഒരു അക്കാഡമിക് ലെവലിൽ വരുന്ന കോഴ്സുകളായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ നിങ്ങൾ ഇപ്പം പഠിക്കുന്നത് ഫസ്റ്റ് 2 സെമസ്റ്ററിൽ പഠിക്കുക. നിങ്ങൾ 4 ഇയർ കോഴ്സിലേക്ക് ചേർന്ന് ആദ്യത്തെ 2 സെമസ്റ്ററിൽ പഠിക്കുന്നത് 100 to 199 വരെയുള്ള 100 ലെവൽ കോഴ്സുകൾ എന്ന് പറയും. അതാണ് വരുന്നത്. അതൊരു ഫൗണ്ടേഷൻ ലെവലിലുള്ള കോഴ്സുകളായിരിക്കും ആദ്യത്തെ 2 സെമസ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അതായത് ഓരോ സെമസ്റ്റർ കൂടുമ്പോഴും നിങ്ങൾ ഫസ്റ്റ് ഇയർ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നില്ല. കുറച്ച് വളരെ സിമ്പിൾ കോഴ്സുകളായിരിക്കും. സെക്കൻഡ് ഇയർ ആകുമ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ട്. തേർഡ് ഇയർ ആകുമ്പോൾ കുറച്ചുകൂടി അങ്ങനെ പടിപടിയായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന രീതിയിലാണ് നമ്മളെ 4 വർഷ ഡിഗ്രി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം 3-ാമത്തെ വർഷം തേർഡ് ആൻഡ് ഫോർത്ത് സെമസ്റ്ററിൽ ഒരു ഇന്റർമീഡിയറ്റ് ലെവൽ കോഴ്സുകളാണ് 200 മുതൽ 299 വരെയുള്ള 200 ലെവൽ കോഴ്സുകൾ എന്ന് പറയും. പിന്നെ തേർഡ് ഇയറിൽ 5th and 6th സെമസ്റ്ററിൽ 300 to 399 ലെവലിൽ വരുന്ന കോഴ്സുകളാണ്. പിന്നെ വരുന്നത് 4th ഇയറിൽ ഒരു PG ലെവൽ കോഴ്സുകളാണ്. നമ്മൾ പറഞ്ഞു 4th ഇയർ എന്ന് പറഞ്ഞാൽ ഏകദേശം PGക്ക് ഇക്വാലന്റ്, PG ഫസ്റ്റ് ഇയറിന് ഇക്വാലന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ നമുക്കത് നമ്മുടെ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, 4 ഇയർ പ്രോഗ്രാമിനെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, PG കൂടി പറയാൻ പറ്റില്ല, ഡിഗ്രി പ്ലസ് PG എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് 4 ഇയർ കഴിഞ്ഞിട്ട് PG ഡിഗ്രി കൂടി കിട്ടണം, നിങ്ങൾ 1 വർഷത്തെ PG കൂടി ചെയ്യണം, അപ്പോഴേ നിങ്ങൾക്ക് PG കിട്ടുള്ളൂ. പക്ഷേ ഈ 4 ഇയറിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് 4 ഇയർ ഡിഗ്രി പഠിച്ചാൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. മുമ്പൊക്കെ ഡിഗ്രിയും PG കഴിഞ്ഞിട്ട് PhDക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഈ 4 ഇയർ കഴിയുമ്പോഴൊക്കെ എന്ത് വരും എന്ന് വെച്ചാൽ PhDന്റെ ക്വാളിഫിക്കേഷനൊക്കെ ഒരു 4 ഇയർ ഡിഗ്രി ആയാലും ഒരാൾക്ക് വേണം, PG കഴിഞ്ഞിട്ടും പോവാം. മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 4 ഇയർ ഡിഗ്രി എന്നുള്ള രീതിയിലേക്ക് വരും. അങ്ങനെ മുമ്പ് കുറെ കാര്യങ്ങൾ PG വേണം എന്ന് പറയുന്ന കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യും, 4 വർഷ ഡിഗ്രിന്റെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടും കിട്ടുന്ന ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത്. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഇതിൽ ഉള്ളത്. അപ്പോൾ ഒരാൾക്ക് നമ്മൾ 4 ഇയർ ഡിഗ്രീനെ അത് ഹോണേഴ്സ് പ്രോഗ്രാം എന്നാണ് നമ്മൾ പറയുന്നത്. ഹോണേഴ്സ് അല്ലെങ്കിൽ ഹോണേഴ്സ് വിത്ത് റിസർച്ച് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ, PG കൂടി കിട്ടണമെന്നുണ്ടെങ്കിൽ 1 വർഷം PG കൂടി ചെയ്യണം. ഓക്കെ. ഇനി ഒരു ഇതാണ് അക്കാഡമിക് പാത്ത് വേ. അതായത് നിങ്ങളിപ്പം ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡിഫറെന്റ് അക്കാഡമിക് പാത്ത് വേയിലൊക്കെ ആയിരിക്കും നിങ്ങൾ വരുന്നുണ്ടാവുക. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. പ്രധാനമായും 5 അക്കാഡമിക് പാത്ത് വേ ആണുള്ളത്. ഇത് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഡിഫറെന്റ് പാത്ത് വേയിൽ വരുന്നത് എന്ന് വെച്ചാൽ, നിങ്ങൾ എങ്ങനെയാണോ കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നത്, മൈനർ കോഴ്സുകളൊക്കെ സെലക്ട് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ പാത്ത് വേ എന്ത് ചെയ്യുന്നത്, നിശ്ചയിക്കുന്നത്. ഇത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നിങ്ങൾ ഇന്ന പാത്ത് വേയിലേക്ക് പോകണം എന്നുള്ളത്. അതൊക്കെ ഫ്യൂച്ചറിൽ പോകുമ്പോൾ നിങ്ങൾ ഇന്ന പാത്ത് വേ പഠിച്ച ആളുകളാണെന്നുള്ളതിന്റെ ഗുണങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ എങ്ങനെയാണോ മൈനർ കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നിങ്ങൾ പാത്ത് വേ വരുന്നുണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് പാത്ത് വേ എന്ന് പറയുന്നത് സിംഗിൾ മേജർ പാത്ത് വേ ആണ്. ഈ സിംഗിൾ മേജർ പാത്ത് വേന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എന്തായാലും നിങ്ങൾ 68 ക്രെഡിറ്റ് മേജർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എടുക്കണം. അത് മാൻഡേറ്ററി കണ്ടീഷൻ ആണ്. പിന്നെ നിങ്ങൾക്ക് 6 മൈനർ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് ഈ പാത്ത് വേ ശരിക്കും സെലക്ട് ചെയ്യപ്പെടുന്നത്. 6 മൈനറുകളാണുള്ളത്. നിങ്ങൾ 6 മൈനർ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ എടുക്കുന്നു. പല ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ 6 ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് എടുക്കുന്നു. 2-ലധികം ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് നിങ്ങൾ ഈ 6 മൈനർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ സിംഗിൾ മേജർ പാത്ത് വേ ആയിരിക്കും. നിങ്ങളുടെ മൈനറിന് വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. എപ്പോഴും മൈനറിന്റെ ഒരു ഗുണം കിട്ടുന്ന എപ്പോഴും നിങ്ങൾ 3 പേപ്പറെങ്കിലും ഒരെണ്ണത്തിൽ നിന്ന് പഠിക്കുമ്പോഴാണ് ഒരു മൈനർ കോഴ്സിന്റെ ഗുണം നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ 2-ലധികം ഡിപ്പാർട്ട്മെന്റ് 6 പേപ്പറാണ് ഉള്ളത്. അപ്പോൾ 3 എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് 2 എടുക്കാൻ പറ്റും. 2 രീതിയില്ല, 3+3. അത് വരുമ്പോഴാണ് നിങ്ങൾക്ക് ആദ്യത്തെ മൈനറിന്റെയും 2-ാമത്തെ മൈനറിന്റെയും ഗുണം കിട്ടാം. നിങ്ങൾക്ക് ഒരാൾക്ക് അങ്ങനെ ഗുണമൊന്നും വേണ്ട, എനിക്ക് പല ഡിപ്പാർട്ട്മെന്റിലെയും കോഴ്സുകൾ പഠിക്കണം എന്നുള്ള ഒരാൾക്കാണെങ്കിൽ അവരെന്ത് പാത്ത് വേയിലായിരിക്കും, സിംഗിൾ മേജർ പാത്ത് വേയിലായിരിക്കും. ഓക്കെ. അപ്പോൾ അവരുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ പേരും എങ്ങനെയായിരിക്കും, BSc ഡിഗ്രി ഇൻ കെമിസ്ട്രി മേജർ എന്നൊക്കെ ആയിരിക്കും. കെമിസ്ട്രിയിൽ ജോയിൻ ചെയ്ത ഒരാൾക്ക് അവരുടെ മേജറിന്റെ പേപ്പറിന്റെ പേര് മാത്രമേ നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ ഇതിലുണ്ടാവും. അതായത് നിങ്ങൾ ഒരു ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ആളുകളുടെ സർട്ടിഫിക്കറ്റിലൊക്കെ വരുന്ന പേരുകൾ എന്തായിരിക്കും, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഒക്കെ ഇതിലുണ്ടാവുന്നതാണ്. ഓക്കെ. പിന്നെ മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ പാത്ത് വേ ആണ്.
അടുത്തത്. ഈ ഒരു പാത്വേ ആണ് ശരിക്കും, ഈ പാത്വേക്ക് ഇക്വാലന്റ് ആയ കോഴ്സുകളാണ് നമ്മൾ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് നമ്മൾ FIUGP വരുന്നതിന് മുമ്പുള്ളത്. അതായത് മുമ്പേ ഇവിടെയൊക്കെ ഡിഗ്രി ഒക്കെ പഠിച്ചിട്ടുള്ള പേരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഈ പാത്വേ പഠിച്ചിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ അവർ പഠിച്ച കോഴ്സുകളൊക്കെ ഈ രീതിയിലുള്ള കോഴ്സുകളാണ്. അതായത് ഇതിൽ എങ്ങനെയാ വരുന്നത് വെച്ചാൽ മേജറിൻ്റെ 68 ക്രെഡിറ്റ് വേണം. മൈനർ എങ്ങനെയാ വരുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ 2 മൈനറുകളിൽ നിന്നാണ്, 2 മൈനർ നിങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ടോ, 3 കോഴ്സ് ഒരു മൈനറിനോ 3 കോഴ്സ് മറ്റൊരു മൈനറിനോ, അങ്ങനെയാണ് നിങ്ങൾ 12 ക്രെഡിറ്റ് നേടുന്നത്. 12 ഒരു ഡിപ്പാർട്ട്മെന്റും 12 വേറെ ഡിപ്പാർട്ട്മെന്റും. അപ്പൊ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പോകുന്ന പാത്വേ എന്താണ്, മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ പാത്വേ ആണ്. അതായത് ഫിസിക്സിൽ ജോയിൻ ചെയ്യുന്ന ഒരാൾ കെമിസ്ട്രിയും ഒരു മൈനറായിട്ടും മാത്സ് മറ്റൊരു മൈനറായിട്ടും എടുക്കുകയാണെങ്കിൽ അയാൾ എന്തിലായിരിക്കും, മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ പാത്വേ ആയിരിക്കും. അപ്പൊ അവരുടെ ഡിഗ്രി ഇങ്ങനെയായിരിക്കും, BSc ഡിഗ്രി ഇൻ ഫിസിക്സ് മേജർ വിത്ത് കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ്. അതിൻ്റെ അകത്ത് നിങ്ങൾ ഏതിലാണോ ഏത് മേജറിലാണോ നിങ്ങൾക്ക് മേജർ എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ മൈനർ ഡിഗ്രീൻ്റെ പേര് കൂടി എന്തുണ്ടാവും, അതിനകത്ത് 2 മൈനറിൻ്റെ പേര് കൂടി ഉണ്ടാവും. മറ്റതിൽ ആദ്യത്തിൽ അതുണ്ടാവില്ല, മേജറിന്റെ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. സിംഗിൾ മേജർ പാത്വേ ആണ് ഇത്, മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ. ഇനി അടുത്തതാണ് മേജർ വിത്ത് മൈനർ പാത്വേ. ഈ മേജർ വിത്ത് മൈനർ പാത്വേയിൽ എന്താണെന്ന് വെച്ചാൽ ഒരു മേജർ ഉണ്ട്, പിന്നെ മൈനർ എന്ന് പറയുന്നത് നിങ്ങൾ 6 കോഴ്സുകൾ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ എടുക്കുന്നു. അതായത് ഫിസിക്സിൽ ജോയിൻ ചെയ്യുന്ന ഒരാൾ നിങ്ങൾ 6 കോഴ്സുകൾ എന്തെടുക്കുന്നത്, മാത്സിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഏത് പാത്വേയിലായിരിക്കും, മേജർ വിത്ത് മൈനർ പാത്വേയിലായിരിക്കും നിങ്ങൾ എടുക്കുന്നുണ്ടാവാം. നിങ്ങൾക്ക് എന്തായിരിക്കും, ഒരു മൈനറിൽ നിന്നായിരിക്കും നിങ്ങൾ 6 കോഴ്സുകളും എടുക്കുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ BA ഡിഗ്രി ഇംഗ്ലീഷ് മേജർ വിത്ത് ഫങ്ഷണൽ ഇംഗ്ലീഷ് മൈനർ. അപ്പോൾ ഒരു മേജറിന്റെ പേരും ഒരു മൈനറിന്റെ പേരും ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, അങ്ങനെ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പലപ്പോഴും നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ വേണമെങ്കിൽ ഒരാൾക്ക് മേജർ വിത്ത് മൈനർ എടുത്താൽ ഈ ഒരു പാത്വേയിലുള്ള ഒരാൾക്ക് എന്തിനുള്ള അവസരം ഉണ്ടാവും എന്ന് വെച്ചാൽ, നിങ്ങൾ ഫിസിക്സിൽ മേജർ എടുത്തു, മാത്സ് ആണ് നിങ്ങൾ മൈനർ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് PG 4th ഇയറിൽ PG വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, മാത്തമെറ്റിക്സിലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട് 3-4 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തിലേക്ക് പോകാനുള്ള അവസരം കിട്ടും, ചിലപ്പോൾ മാത്സ് PG എടുക്കാനുള്ള ഒരു അവസരം കൂടി കിട്ടും. അതാണ് ഈ ഒരു ഇതിലുള്ള 2 PG എടുക്കാനൊക്കെ ഉള്ള അവസരം നിങ്ങൾക്ക് ഇതിന്റെ ഭാഗം. ചിലപ്പോൾ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ഒരു വർഷം വേണമെങ്കിൽ നിങ്ങൾക്ക് മാത്സ് PG എടുക്കാൻ, വേണമെങ്കിൽ ഫിസിക്സ് PG ഒക്കെ എടുക്കാനുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, പിന്നെ മേജർ വിത്ത് വൊക്കേഷണൽ മൈനർ പാത്വേ ആണ്. ഇതിൽ ചില വൊക്കേഷണൽ കോഴ്സുകൾ ഉണ്ടാവും, നമുക്കറിയാം പല തൊഴിലധിഷ്ഠിത കോഴ്സുകളൊക്കെ നേടാനുള്ള അവസരമുണ്ട്. അതാണ് ഈ ഒരു പാത്വേ. അതിന് വൊക്കേഷണൽ മൈനർ കോഴ്സുകൾ നമ്മുടെ കോളേജിലുണ്ട്. വൊക്കേഷണൽ മൈനർ കോഴ്സുകൾ ഈ വർഷം ഓഫർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്, ഹിന്ദി ഡിപ്പാർട്ട്മെന്റ് വൊക്കേഷണൽ മൈനർ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട്, മലയാളം ഡിപ്പാർട്ട്മെന്റ് വൊക്കേഷണൽ മൈനർ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മലയാളം ഡിപ്പാർട്ട്മെന്റിൽ ഒരു വൊക്കേഷണൽ മൈനർ കോഴ്സുകളാണ് നിങ്ങൾ എടുക്കേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഈ പാത്വേ ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ കോളേജിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കോളേജ് വലിയ കോളേജ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ എല്ലാ പാത്വേയും എന്ത് ചെയ്യാൻ പറ്റും, ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ കോളേജിലുണ്ട്. പല കോളേജിനും ചിലപ്പോൾ 1-2 പാത്വേയിൽ മാത്രമേ കോഴ്സുകൾ എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് എന്തുണ്ട്, വലിയ കോളേജ് ആയതുകൊണ്ടുള്ള അക്കാഡമിക് ഫ്രീഡം കുറച്ചുകൂടി ഉണ്ട്. പിന്നെ ലാസ്റ്റതാണ് ഡബിൾ മേജർ പാത്വേ. ഇത് ശരിക്കും ഇവിടെ ഉണ്ട്, പക്ഷെ എല്ലാവർക്കും ഈ ഡബിൾ മേജർ പാത്വേ പോകാൻ പറ്റില്ല. ഇവിടെ ഒരേ ഒരു ഡിപ്പാർട്ട്മെന്റ് ഡബിൾ മേജർ പാത്വേ കൊടുക്കുന്നുള്ളൂ, അത് അറബിക് ആൻഡ് ഹിസ്റ്ററി. ഇവിടെ അറബിക്കിലുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർ ഒരു പാത്വേയിൽ മാത്രമാണ്, അവർക്ക് അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ അല്ല. ഇവർ ഡബിൾ മേജർ ആണ് ഇവിടുത്തെ അറബിക്കിന്റെ കോഴ്സ്. അവർക്ക് നേരത്തെ പറഞ്ഞതിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട്. അവരൊക്കെ എന്താണ് വരുന്നുണ്ടാവുക എന്ന് വെച്ചാൽ 68 ക്രെഡിറ്റ് അറബിക്കായിരിക്കും, അറബിക്കിൽ നിന്നാണ് എടുക്കുന്നത്. ബാക്കിയുള്ള മേജർ B എന്ന് പറയുന്നത് അവർക്ക് 2 മേജറാണ് പഠിക്കുന്നത്. ഒന്ന് മേജർ A, അതിൽ 68 ക്രെഡിറ്റ് ആയിരിക്കും. മേജർ B എന്ന് പറയുന്നത് ഹിസ്റ്ററി ആണ്, അതിൽ അവർ 53 ക്രെഡിറ്റ് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് നേരത്തെ 39 പകരം 12 ജനറൽ കോഴ്സ് മാത്രമേ ഉള്ളൂ, ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് മാത്രമേ അവർ പഠിക്കേണ്ടതുള്ളൂ. അതായത് നേരത്തെ പറഞ്ഞ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ഒന്നും അവർ പഠിക്കേണ്ടി വരില്ല, അതൊക്കെ അവരുടെ ഡിപ്പാർട്ട്മെന്റ് ലെവലിലുള്ള കോഴ്സുകളായിരിക്കും. അതാണ് ഇവിടെ ഉള്ള കോഴ്സിന്റെ പേരാണ് BA ഡിഗ്രി അറബിക് ആൻഡ് ഹിസ്റ്ററി ഡബിൾ മേജർ. അതാണ് നമ്മുടെ കോളേജ് ഓഫർ ചെയ്യുന്ന ഡബിൾ മേജർ കോഴ്സ്. അപ്പൊ നിങ്ങൾക്ക് ഈ 5 പാത്വേയിൽ 5ാമത്തെ പാത്വേ എല്ലാവർക്കും ചൂസ് ചെയ്യാൻ പറ്റില്ല, അറബിക്കാർക്ക് മാത്രമുള്ളതാണ്. ബാക്കിയുള്ള 4 പാത്വേ എന്ത് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും സൗകര്യപ്രദമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില ജനറൽ ഫീച്ചേഴ്സ് ഒന്ന് പറയാം. ഇതുമായി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അതായത്
നമ്മുടെ ഈ ഒരു FIUGP പ്രോഗ്രാം നമ്മൾ നേരത്തെ പറഞ്ഞു, മൊത്തം 18 വീക്കാണ് ഒരു സെമസ്റ്റർ എന്ന് പറയുന്നത്. അതിൽ 3 വീക്ക് എക്സാം ആണ്. അപ്പം 15 വീക്കാണ് നമുക്ക് പഠിപ്പിക്കാനുണ്ടാവുക, അല്ലെ നിങ്ങൾ ക്ലാസ്സിൽ വരേണ്ടത്. ആ 15 വീക്കിലേക്കായിരിക്കും നിങ്ങളുടെ സിലബസ് ഒക്കെ. 15 വീക്കിൽ എത്രയാണോ പഠിക്കാനുള്ളത് ആ രീതിയിലായിരിക്കും നിങ്ങളുടെ സിലബസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ക്രെഡിറ്റ് എന്ന് പറഞ്ഞു. അപ്പം ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അക്കാഡമിക് ഇൻപുട്ടിന്റെ ഒരു മെഷർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ക്രെഡിറ്റ് കോഴ്സ് ഉണ്ടെങ്കിൽ ഒരു ലെക്ചർ ഹവർ ആയിരിക്കും, ഒരു ആഴ്ചയിൽ 1 മണിക്കൂറായിരിക്കും ക്ലാസ് ഉണ്ടാവുക. നിങ്ങൾക്ക് 4 ക്രെഡിറ്റ് ആണെങ്കിൽ ആഴ്ചയിൽ 4 മണിക്കൂർ ക്ലാസ് ഉണ്ടാവും. പിന്നെ ചില കോഴ്സുകളൊക്കെ എന്താണെന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ ഉള്ള കോഴ്സുകളാണ്. ഇപ്പൊ മുമ്പുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രാക്ടിക്കലിന് സെപ്പറേറ്റ് പേപ്പർ ഇല്ല. ഇപ്പം പ്രാക്ടിക്കലൊക്കെ ഒരു പേപ്പറിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പൊ ചില പ്രാക്ടിക്കലുള്ള പേപ്പർ ഉണ്ടാവും, അതിൽ 100 മാർക്കിനായിരിക്കും. അത് മാർക്കിൻ്റെ പറയുന്നുണ്ട്. 100 മാർക്കുള്ള പേപ്പർ ആണെങ്കിൽ അതിൽ 20 മാർക്ക് പ്രാക്ടിക്കലും 80 മാർക്ക് തിയറിക്കും ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പം പ്രാക്ടിക്കലിന് എന്തില്ല, സെപ്പറേറ്റ് പേപ്പർ വരുന്നില്ല. ഈ പ്രാക്ടിക്കലുള്ള സബ്ജക്റ്റുകളാണെങ്കിൽ അതിന് ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലിന് വേണ്ടി മാത്രമുള്ള ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റ് എന്ന് വെച്ചാൽ 2 മണിക്കൂർ. ഒരു പ്രാക്ടിക്കൽ ഹവർ എന്ന് വെച്ചാൽ 2 മണിക്കൂർ തുടർച്ചയായിട്ടാണ് ചെയ്യുന്നത്. അപ്പം പ്രാക്ടിക്കലിന്റെ പേപ്പറിന് ആഴ്ചയിൽ 5 മണിക്കൂർ ഉണ്ടാവും. 3 തിയറി ക്ലാസ്സോ ഒരു 2 അവറുള്ള പ്രാക്ടിക്കലിന്റെ ഒരു സെഷനോ ആ രീതിയിലാണ് വരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞോ പ്രാക്ടിക്കലിന് പ്രത്യേക പേപ്പറില്ല, ഒരു തിയറി പേപ്പറിന്റെ കൂടെയാണ് ഇത്. പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകതയാണ് 20% സിലബസ് എന്തായിരിക്കും ഓപ്പൺ എൻഡഡ് മോഡ്യൂൾ ഉണ്ട്. അതായത് ചില പേപ്പറുകളിലൊക്കെ ഓപ്പൺ എൻഡഡ് മോഡ്യൂൾ ഉണ്ട്. അതായത് നമ്മളെ കോളേജിന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈഡ് ചെയ്യാൻ പറ്റും. നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും നിങ്ങളെ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആ ടീച്ചറിന് എന്ത് ചെയ്യാൻ പറ്റും, സിലബസിൽ അവർക്ക് പഠിപ്പിക്കാൻ താല്പര്യം, അല്ല കുട്ടികൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ള രീതിയിൽ ഒരു സിലബസ് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റും. അതിനുള്ള ഒരവസരം ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. പിന്നെ ചില ഫാക്കൽറ്റീസിന് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ തന്നെ കോഴ്സുകൾ എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈൻ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അതിനെയാണ് സിഗ്നേച്ചർ കോഴ്സുകൾ. ചില ഫാക്കൽറ്റീസ് ഉണ്ടാവും, ചില കോളേജിൽ എനിക്ക് അഡ്വാൻസ്ഡ് കോഴ്സ് പഠിപ്പിക്കണം എന്ന് തോന്നുകയാണെന്ന് വിചാരിക്കുക. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് തന്നെ ഒരു സിലബസ് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ പഠിപ്പിക്കാനുള്ള അവസരം ഉണ്ട്. പിന്നെ ചില ഇലക്റ്റീവ് കോഴ്സുകളുണ്ട് നിങ്ങൾ 3ാമത്തെ വർഷം, അതിനൊക്കെ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. മുമ്പ് ഇലക്റ്റീവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അങ്ങ് ഏത് ഇലക്റ്റീവ് വേണം സെലക്ട് ചെയ്യാം. ഇപ്പോൾ 3ാമത്തെ വർഷങ്ങളിലൊക്കെ 3 ഇലക്റ്റീവ് കോഴ്സുകളുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ സ്പെഷ്യലൈസേഷനിൽ, ഇപ്പോൾ ഫിസിക്സിലൊക്കെയാണ് മെറ്റീരിയൽ സയൻസിലൊക്കെ സ്പെഷ്യലൈസേഷൻ ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഫിസിക്സ് കൂടുതൽ പറയുന്നത് ഞാൻ ഫിസിക്സിൽ അധ്യാപകനായതുകൊണ്ടാണ്. അപ്പോൾ ഫിസിക്സിൽ നമ്മൾ ഇലക്റ്റീവ് കോഴ്സുകൾ മെറ്റീരിയൽ സയൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇലക്റ്റീവ് കോഴ്സുകളായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന നേരം അങ്ങനെ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിലെ ഇലക്റ്റീവ് കോഴ്സുകൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അത് വെച്ചിട്ട് കുറേ കൂടി ജോബ് ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടാനുള്ള അവസരമുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഓഡ് സെമസ്റ്റർ എന്ന് വെച്ചാൽ 1, 3, 5 സെമസ്റ്ററുകളിലൊക്കെ ഉള്ള ഇവാലുവേഷൻ കോളേജിലാണ്. അതായത് മുമ്പ് എല്ലാ ഇതിലുള്ള വാല്യുവേഷനും വരുന്നത് യൂണിവേഴ്സിറ്റി ലെവലിലാണ്. ഇവിടെ 1ാം സെമസ്റ്റർ, 3ാം സെമസ്റ്റർ, 5ാം സെമസ്റ്റർ ഒക്കെ കോളേജിലാണ് നിങ്ങളെ പേപ്പർ എന്ത് ചെയ്യുന്നുണ്ടാവുക. യൂണിവേഴ്സിറ്റി എക്സാം തന്നെയായിരിക്കും, വാല്യുവേഷൻ കോളേജ് ലെവലിലാണ് വരുന്നത്. പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് അറ്റൻഡൻസിന്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ 75% അറ്റൻഡൻസ് ആണ് നമുക്ക് വേണ്ടത്. ഓരോ സെമസ്റ്ററിലും 75% അറ്റൻഡൻസ് ഉള്ള ആളുകൾക്ക് പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. 75% അറ്റൻഡൻസ് കുറവാണെങ്കിൽ എന്ത് ചെയ്യും, അവർക്ക് ആ സെമസ്റ്ററിലെ പരീക്ഷ എഴുതാൻ പറ്റില്ല. പിന്നെ 10% ചിലപ്പോൾ റിലാക്സേഷൻ ഒക്കെ കിട്ടും. 10% നിങ്ങൾ പൈസ അടച്ചാൽ, ഡൊണേഷൻ അടച്ചിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് 1, 2 സെമസ്റ്ററിൽ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷ ചെയ്യാം. അപ്പം മിനിമം 75% അറ്റൻഡൻസ് നേടേണ്ടതാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അറ്റൻഡൻസ് കുറവ് പലപ്പോഴും കുറേ കുട്ടികളൊക്കെ സമ്മൗട്ടൊക്കെ ആയി പോകുന്ന സാഹചര്യം ഉണ്ട്. സീനിയർ ക്ലാസ്സുകളിലൊക്കെ അവരിങ്ങനെ ക്ലാസ്സിൽ 50%, 40% ഒക്കെ ആയിപ്പോൾ അപ്പോൾ അവർ പരീക്ഷ എഴുതാൻ പറ്റാതെ ഒരു വർഷം വീണ്ടും നഷ്ടപ്പെട്ട് വീണ്ടും ഒരു വർഷം വന്ന് ക്ലാസ്സിൽ ഇവിടെ ഇരിക്കണം. അപ്പോൾ അത് ശ്രദ്ധിക്കണം. 75% അറ്റൻഡൻസ് ഉള്ളവർക്ക് മാത്രമേ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അറ്റൻഡൻസിന് എന്തില്ല എന്ന് വെച്ചാൽ മുമ്പ് അറ്റൻഡൻസിന് മാർക്ക് ഉണ്ടായിരുന്നു, ഇവിടെ മാർക്കില്ല. അറ്റൻഡൻസ് സെപ്പറേറ്റ് മാർക്കൊന്നുമില്ല. പക്ഷെ അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ വേറൊരു നമ്മൾ കോ കരിക്കുലർ ആക്ടിവിറ്റി, നമ്മുടെ അക്കാഡമിക്സിന് പുറമെ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്പോർട്സിൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്നു, NSSൽ ഏർപ്പെടുന്നു, പിന്നെ പറഞ്ഞോണം കോളേജ് യൂണിയനൊക്കെ ആയി ബന്ധപ്പെട്ടിരുന്നു. അതിനൊക്കെ ക്രെഡിറ്റ് നേടാനുള്ള അവസരമുണ്ട്. അതായത് 3ാമത്തെ വർഷം നിങ്ങൾ SCC3 എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ട്. അപ്പോൾ ഒരു NSS വളണ്ടിയർ അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാൾക്കാണെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ
അവർ NSSന്റെ ആ സർട്ടിഫിക്കറ്റ് വെച്ച് ഒരു പേപ്പർ അറ്റൻഡ് ചെയ്യാണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രെഡിറ്റ് കിട്ടാനുള്ള അവസരമുണ്ട്. ആ പേപ്പർ വേണമെങ്കിൽ NSS സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മതി, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ പാസ് മാർക്ക് കിട്ടും. പക്ഷേ പാസ് മാർക്കേ കിട്ടുള്ളൂ, ഒരു 35% മാർക്കേ കിട്ടുള്ളൂ. അതിലും നല്ല മാർക്ക് വാങ്ങണമെങ്കിൽ അവർ പരീക്ഷ എഴുതണം. ജസ്റ്റ് പാസ് ആവണമെങ്കിൽ ഒരു പേപ്പർ, അതായത് NSSലുള്ള ആളുകൾക്ക് എല്ലാ പേപ്പറും ഫെയിൽ ആയാൽ പോലും ഒരു പേപ്പർ വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, ഇത് വെച്ചിട്ട് പാസ്സാവുന്നതാണ്. പിന്നെ നമുക്ക് കോളേജ് ലെവൽ ട്രാൻസ്ഫറുകളുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ, നമുക്ക് നേരത്തെ പറഞ്ഞു മേജർ ടു മൈനർ സ്വിച്ചിങ് ഉണ്ട്. നമ്മുടെ മേജറിൽ നിന്ന് മൈനറിലേക്കൊക്കെ സ്വിച്ച് ചെയ്യാനുള്ള അവസരമുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ ഒക്കെ കഴിയുമ്പോൾ കോളേജിൽ നിന്ന് വേറെ കോളേജിലേക്കുള്ള ട്രാൻസ്ഫറിന് സാഹചര്യമുണ്ട്. ഇപ്പം തന്നെ യൂണിവേഴ്സിറ്റി ലെവലിൽ കോളേജ് ട്രാൻസ്ഫറിന് വിളിച്ചിട്ടുണ്ട്. നമ്മൾ ആളുകൾ അങ്ങോട്ടേക്ക് എടുത്തു തുടങ്ങിയില്ലേ, അടുത്ത ആഴ്ചയൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, കോളേജ് ഇവിടേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും, ഇവിടുന്ന് അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകൾ അങ്ങോട്ട് പോകുന്നുണ്ടാവും. അപ്പോൾ കോളേജ് ലെവൽ ട്രാൻസ്ഫറിനുള്ള അവസരങ്ങളുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റി ലെവൽ ട്രാൻസ്ഫറും ചെയ്യാൻ പറ്റും. ഇപ്പോൾ പേരൻസ് ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പേരൻസിനൊക്കെ ട്രിവാൻഡ്രത്തേക്കോ അങ്ങനെ എവിടേക്കെങ്കിലും ജോലി മാറ്റം കിട്ടിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, കേരള യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ട്രാൻസ്ഫറിനുള്ള അവസ്ഥയുണ്ട്. അപ്പൊ അതൊക്കെ ആവശ്യമുള്ള സാഹചര്യത്തിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. കോളേജ് ലെവൽ ട്രാൻസ്ഫർ എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ചിലപ്പോൾ വീടിനടുത്തുള്ള കോളേജ് കിട്ടണമെന്നൊക്കെ വിചാരിക്കുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ ആദ്യത്തെ ഇതിൽ കിട്ടിക്കോളണമെന്നില്ല. പക്ഷെ ചിലപ്പോൾ സെക്കൻഡ് ഇയറിൽ നമുക്ക് കോളേജ് ട്രാൻസ്ഫറിലൂടെ മാറാനുള്ള അവസരമുണ്ട്. പിന്നെ ഉള്ളത് ഇതാണ്, നമ്മൾ മാർക്കിന്റെ കാര്യമാണ് പറയുന്നത്. മാർക്കിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ 4 ക്രെഡിറ്റ് കോഴ്സുകളൊക്കെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 100 ആണ്. 100 മാർക്കിനായിരിക്കും വരുന്നുണ്ടാവുക. അതിൽ 70 മാർക്കാണ്. അതായത് ഇവിടുത്തെ ഇന്റേണൽ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങൾ +2 20% അല്ല, ഇന്റേണൽ 20 ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 20% ഇന്റേണൽ. പക്ഷെ ഇവിടെ 30% FIGPന്റെ ഭാഗമായിട്ടുള്ളത്. 70%, 100 മാർക്കുള്ള പരീക്ഷയിൽ 70% ആയിരിക്കും എന്തുണ്ടാവുന്നത്, തിയറിന്റെ മാർക്ക് ഉണ്ടാവുക. ബാക്കിയുള്ള 30 ഇന്റേണൽ ആയിരിക്കും. അതിൽ 10 മാർക്ക് എന്ന് പറയുന്ന ഒരു ഓപ്പൺ എൻഡഡ് മോഡ്യൂൾ, ഒരു ടീച്ചർ ഡിസൈൻ ചെയ്യുന്ന ഒരു കോഴ്സ് ഉണ്ടാവും, പാർട്ട് ഉണ്ടാവും. ആ പാർട്ടിന് ടീച്ചർക്ക് പരീക്ഷ നടത്തി മാർക്ക് ഇടുന്നതാണ്. പിന്നെ 20 മാർക്ക് എന്ന് പറയുന്നത് അല്ലാതെ ടീച്ചർ ഇന്റേണൽ പരീക്ഷയും അങ്ങനെയൊക്കെ നടത്തിയിട്ടിടുന്നതാണ്. അതായത് 30 മാർക്ക് എന്തായിരിക്കും, ഇന്റേണൽ ആയിരിക്കും. പിന്നെ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകൾ നമ്മൾ 3 ക്രെഡിറ്റ് കോഴ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ 75 ആണ് എന്തെന്ന് പറയുന്നത് ടോട്ടൽ മാർക്ക്. 50 മാർക്കായിരിക്കും എക്സ്റ്റേണൽ ഉള്ളത്, 25 മാർക്ക് എന്തായിരിക്കും, ഇന്റേണൽ ആയിരിക്കും. അപ്പം ഇത്രയാണ് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു ആദ്യ ഘട്ടത്തിൽ നിങ്ങൾക്ക് തരാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇനി നിങ്ങൾ പല ഡിപ്പാർട്ട്മെന്റിൽ പോകുന്നുണ്ടാവും. ആ ഡിപ്പാർട്ട്മെന്റ് ലെവലിലൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങളെ അറിയിക്കുന്നുണ്ടാവും. അപ്പോൾ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളെ കോഴ്സ് എനിക്ക് ജനറലായിട്ട് പറയാനുള്ളത് ഇതാണ്, നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് മൈനർ MDC കോഴ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായി പഠിച്ചിട്ട് ചെയ്യണം. അതിനുള്ളൊരു അവസരമുണ്ട്. നിങ്ങൾ റാൻഡായിട്ട് ചൂസ് ചെയ്യരുത്, നോക്കി സ്റ്റഡി ചെയ്തിട്ട് ഇതാക്കണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു അവയർനെസ് കൂടി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ ഇങ്ങനെ പറഞ്ഞത്. അടുത്ത ആഴ്ചകളിലൊക്കെ ആയിരിക്കും ആ കാര്യങ്ങളൊക്കെ ഇതുണ്ടാവുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ടാവും. അപ്പോൾ ടീച്ചേഴ്സിനോട് ചോദിച്ച്, നിങ്ങളുടെ ട്യൂട്ടേഴ്സിനോട് ചോദിച്ച് ആവശ്യമുള്ളത് ചെയ്യാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം. ടീച്ചർക്ക് ചോദിക്കാം. ഓക്കെ, ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ക്വസ്റ്റ്യൻ. ഒരു ഇല്ലെങ്കിൽ ഇത് കൊടുക്കാം. അത് ഇതെടുക്കാം. ഞാൻ ഹലോ സർ, എനിക്കൊരു സംശയം വന്നത്, സിംഗിൾ മൈനർ കോഴ്സും മേജർ വിത്ത് മൈനറും തമ്മിലുള്ള ഡിഫറൻസ് എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല. സർട്ടിഫിക്കറ്റ്സിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടല്ലോ, അതെന്താന്നുള്ള ഒന്ന് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടായിരുന്നു. ടീച്ചർ ഇതാണോ ചോദിച്ചത്? സിംഗിൾ മേജറും ടീച്ചർ ചോദിച്ചൊന്നും അതായത് മൈനർ കോഴ്സ് ഇതിൽ എടുക്കുന്നുണ്ട്.
ഇപ്പൊ ഇതിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് മൈനറിന്റെ ഒരു ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ 3 പേപ്പറെങ്കിലും നമ്മൾ പഠിക്കണം. അപ്പൊ ഇവിടെ എന്തുണ്ടാവില്ല എന്ന് വെച്ചാൽ ഈ കുട്ടി 2-ലധികം ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് മൈനർ എടുക്കുന്നു. 2 ഡിപ്പാർട്ട്മെന്റ് എടുക്കുമ്പോൾ 3+3 എന്നുള്ള ഇത് കിട്ടും. അപ്പൊ മൈനറിന്റെ ഇത് കിട്ടും. ഒരു കുട്ടി ഇപ്പോൾ ഫിസിക്സിലൊരു കുട്ടി 2 സ്റ്റാറ്റിസ്റ്റിക്സ് നിന്ന് എടുക്കുന്നു, 2 മാത്സ് നിന്ന് എടുക്കുന്നു, 2 കെമിസ്ട്രി എടുക്കുന്നു. അപ്പോൾ 3 പേപ്പർ പഠിക്കാത്തതുകൊണ്ട് തന്നെ കുട്ടിക്ക് ആ മൈനറിന്റെ ഇത് കിട്ടില്ല. അപ്പോൾ എന്താണ്, അത് തന്നെയാണ് സിംഗിൾ മേജർ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ 6 ഡിഫറെന്റ് സ്ട്രീമിൽ നിന്ന് എടുത്താലും സിംഗിൾ മേജർ ആയിരിക്കും. ആ രീതിയിലാണ് വരുന്നത്. മേജർ വിത്ത് മൈനർ പാത്വേ എന്ന് വെച്ചാൽ ഒരു മേജർ 6 പേപ്പർ ഒരു മൈനർ തന്നെ. ഫിസിക്സിലുള്ളൊരു കുട്ടി 6 പേപ്പർ മാത്സ് നിന്ന് എടുക്കുകയാണെങ്കിൽ കുട്ടി മേജർ വിത്ത് മൈനറാണ്. ഇനി മേജർ വിത്ത് 2 മൈനർ പേപ്പർ എടുക്കുന്നുണ്ടെങ്കിൽ 3 വീതം എടുക്കുകയാണെങ്കിൽ മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ. സിംഗിൾ മൈനർ എന്ന് പറയുന്നൊരു പേരില്ല ശരിക്കും, ഇല്ല. അതെ അത് ഇത് മേജർ വിത്ത് മൈനർ എന്നുള്ളതാണ് ശരിക്കുള്ള പേരെന്ന് പറയുന്നത്. വേണമെങ്കിൽ നമ്മൾ എന്താ സൗകര്യത്തിന് വേണ്ടി ശരിക്കും പറയുന്നുണ്ടാവും ഒരു സിംഗിൾ മൈനർ ആണ് കുട്ടി എടുക്കുന്നത് എന്നുള്ള. പക്ഷെ ആ മേജർ വിത്ത് മൈനർ എന്നുള്ള രീതിയിലാണ് അത് പറയപ്പെടുന്നത്. നമ്മുടെ ഇതിലൊക്കെ കരിക്കുലത്തിലൊക്കെ ഉള്ളത് അതാണ്, റെഗുലേഷനിലൊക്കെ മേജർ വിത്ത് മൈനർ. പിന്നെ ഒരു ഡൗട്ടും കൂടി, നമ്മുടെ കോളേജിൽ സിഗ്നേച്ചർ കോഴ്സുകൾ എന്തെങ്കിലും ഓഫർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. സിഗ്നേച്ചർ കോഴ്സുകൾ കോഴ്സുകൾ ഓരോ അധ്യാപകനനുസരിച്ചിരിക്കും. ഇപ്പൊ ടീച്ചർക്ക് ഒരു കോഴ്സ് വേണമെങ്കിൽ ഡിസൈൻ ചെയ്ത് ബോർഡ് ഓഫ് സ്റ്റഡീസിന് അതിന്റെ സിഗ്നേച്ചർ കോഴ്സുകൾ ഡിസൈൻ ചെയ്യണമെങ്കിൽ നമ്മളൊരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ബോർഡ് ഓഫ് സ്റ്റഡീസിന് കൊടുത്താൽ അവരുടെ അംഗീകാരം കിട്ടിയാൽ ടീച്ചർക്ക് അത് പഠിപ്പിക്കാം, അതിനുള്ള പെർമിഷൻ കിട്ടും. അതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് പലപ്പോഴും ഇതാണ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് AECന്റെ ഭാഗമായിട്ട് അത് ശരിക്കും 3ാമത്തെ ഇയർ ആവുന്നത്. അപ്പൊ ടീച്ചർ മൈനറല്ല, ഇതിലാണ് AECന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. വേണമെങ്കിൽ മൈനറും നമ്മൾ ഒരു കോഴ്സ് എന്ന് പറയുമ്പോൾ 3 സെറ്റായിട്ട് 3 പേപ്പർ ഒന്നിച്ചുള്ള ഒരു കോഴ്സ് ഡിസൈൻ ചെയ്ത് ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗീകരിച്ചാൽ ബോർഡ് ഓഫ് സ്റ്റഡീസിന് എത്ര മൈനർ വേണമെങ്കിലും എടുക്കാൻ പറ്റും. 3 കോഴ്സ് ഒന്നിച്ച് ഡിസൈൻ ചെയ്ത് അവർക്ക് കൊടുത്ത് അവരംഗീകരിച്ചാൽ അതും മൈനറായിട്ടും എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, ടെക്നിക്കലി പ്രശ്നമല്ല. ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗീകരിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനൊക്കെ ബോർഡ് ഓഫ് സ്റ്റഡീസിൽ ഉള്ളതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചില പേപ്പേഴ്സൊക്കെ താല്പര്യമുള്ള പേപ്പേഴ്സ് ഓൾറെഡി സിലബസ് ഉണ്ടാക്കുന്നുണ്ട്. ആദ്യം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ഓൾറെഡി ഉണ്ട്, ഇനിയുള്ള വർഷങ്ങളൊക്കെ വരുന്നുണ്ടാവും. അങ്ങനെയൊന്നുമില്ല. ബോർഡ് ഓഫ് സ്റ്റഡീസ് ഇതാവുന്ന രീതിയിൽ ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു മൈനർ കോഴ്സ് 3 ഡിസൈൻ ചെയ്ത് കൊടുത്ത് ബോർഡ് ഓഫ് സ്റ്റഡീസ് എഗ്രി ചെയ്താൽ അവരുടെ ക്രൈറ്റീരിയ ഒക്കെ വെച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിസൈൻ. പക്ഷേ നമുക്കിപ്പോൾ ഈ വർഷം ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല, അടുത്ത വർഷത്തേക്ക് ഇപ്പോഴേ ഡിസൈൻ ചെയ്ത് കൊടുത്താൽ അടുത്ത വർഷത്തേക്ക് പറ്റും. പുതിയതായിട്ട് ഇപ്പം കൊടുത്താൽ പറ്റുന്നുണ്ടാവില്ല, കാരണം അവരത് അംഗീകരിച്ച് മീറ്റിംഗ് കൂടി അതിന് ടൈം എടുക്കുന്നുണ്ടാവും. കുറച്ച് അഡ്വാൻസ് ആയി കൊടുക്കേണ്ടി വരുന്നേ ഉള്ളൂ. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ക്വിക്ക് ക്വസ്റ്റ്യൻസ്. അതെ അവിടെ ചോദിക്കുന്നത് അല്ല, ഒന്ന് മൈക്ക് കൊടുക്കോ നമ്മളെ. സോ ഓരോ സെമ്മിലും MDC കോഴ്സും പിന്നെ മൈനർ കോഴ്സും വ്യത്യസ്തമായി ചൂസ് ചെയ്യണോ? ഇല്ല, നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഓരോ സെമിസ്റ്ററിലും നിങ്ങളിപ്പോ ഫസ്റ്റ് ഇയറിൽ ഫിസിക്സിന്റെ ഒരു മൈനർ എടുത്തു എന്ന് വിചാരിച്ചോളൂ, അതിന്റെ തുടർച്ചയായുള്ള പേപ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വേറെ നമ്മളെന്ത് ചെയ്യും, ഓരോ സെമിസ്റ്ററിൽ ആരെങ്കിലും ഫസ്റ്റ് സെമിസ്റ്ററിൽ നിങ്ങൾ ഒരു ലിങ്ക് ഒക്കെ ഇട്ടിട്ടായിരിക്കും സെലക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളോട് ചോദിക്കും മൈനർ ചേഞ്ച് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ പറയാം. മാറുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങളിപ്പം എന്ത് ചെയ്തിട്ടുള്ള മൈനർ കോഴ്സ് ഉണ്ട് അതിന്റെ തുടർച്ചയായുള്ള പേപ്പർ ആയിരിക്കും എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഓരോന്ന് ചോദിക്കുന്ന സമയത്ത് പറഞ്ഞാൽ മതി. പക്ഷെ നിങ്ങളൊന്ന് സ്റ്റഡി ചെയ്യുക, ഏതൊക്കെയാണ് അതുള്ള അതിന്റെ സിലബസ് ഒക്കെ എടുത്തു നോക്കി ഇതൊക്കെ പറ്റുന്നതാണോ, അങ്ങനെയൊക്കെ നോക്കിയിട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ചിലപ്പോൾ നിങ്ങൾ ഒന്നും അറിഞ്ഞുകൊണ്ടാണ്ട് ഒരു സബ്ജക്റ്റ് പോയി എടുക്കുന്നു, അവസാനം നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് കുറച്ച് കഴിയുമ്പോഴാണ് നിങ്ങൾ. അപ്പോൾ ഒരു സബ്ജക്റ്റ് എടുത്താൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് നിങ്ങൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ മാറാൻ പറ്റില്ല, അത് മാറാൻ പറ്റില്ല. അപ്പോൾ അതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡിഗ്രി കിട്ടണമെങ്കിൽ അതെന്തായാലും എഴുതി എടുക്കണം, നിങ്ങൾ അറ്റൻഡ് ചെയ്ത പേപ്പർ എന്തായാലും എഴുതി എടുക്കണം. പക്ഷെ അതിനു മുമ്പേ നിങ്ങൾക്ക് മാറാനോ സെലക്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ നിങ്ങളൊരു പേപ്പർ ഫിസിക്സിലുള്ള ഒരു കുട്ടി കെമിസ്ട്രിയിലൊരു പേപ്പർ എടുത്തു, അവർക്ക് പറ്റുന്നില്ല, ഫെയിലായി.
സെക്കൻഡ് സെമസ്റ്ററിൽ വേറെ സെലക്ട് ചെയ്യാം. പക്ഷേ ഫസ്റ്റ് ഇയർ നിങ്ങൾ ഫെയിലായ പേപ്പർ ഉണ്ട്, അത് നിങ്ങൾ എഴുതിയെടുക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓരോ സെമസ്റ്ററിലും സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യേണ്ടതാണ്. സിലബസും ഒക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ആളുകളോട് ചോദിച്ചിട്ടൊക്കെ ഇത് പറ്റുന്നതാണോ, എന്തൊക്കെയാണ് ഇതിലെ കണ്ടന്റ്, ആ രീതി വേണം. നിങ്ങൾക്ക് നിങ്ങളെ അധ്യാപകരോട് നിങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യുന്നുണ്ടാവില്ല, ആ ഡിപ്പാർട്ട്മെന്റ് പോയിട്ട് ഒരു പേപ്പർ ഇന്നതാണ്, ആ പേപ്പറിൽ എന്തൊക്കെയാ കണ്ടന്റ് വരുന്നത് അവരോട് പോയി ചോദിച്ചിട്ടൊക്കെ എന്ത് ചെയ്യാവുന്നതാണ്, സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം? മോളിങ്ങ് പോരി, ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം. ഹലോ, ചോദിക്കുന്നത് ഒരു വർഷവും 2 വർഷവും പാസ്സായിട്ടില്ലെങ്കിൽ മൂന്നാമത്തെ വർഷത്തിലേക്ക് പ്രശ്നമില്ല. പക്ഷേ മൂന്നാമത്തെ വർഷം കമ്പൽസറി ആയിട്ട് പാസ്സായില്ലെങ്കിലും അല്ലേ, അതിൽ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണോ പാസേജ് കാണുന്നത്? അതെ, എല്ലാത്തിലും പാസ്സാവുന്നത് വെച്ചാൽ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ്. 35% മാർക്ക് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ. അതുവരെയുള്ള എല്ലാ പേപ്പറും പാസ്സായാലേ 4ാമത്തെ വർഷത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതിൽ ഒന്നായിട്ട് പിന്നെ എഴുതാൻ പറ്റൂല 4-ന്? അല്ല, ഇതെങ്ങനെയാന്ന് വെച്ചാല് ഓരോ സെമസ്റ്റർ ഇപ്പോൾ ഫസ്റ്റ് ഇയർ ആകുമ്പോൾ എന്തുണ്ടാവും വെച്ചാൽ ഒരു 6 മാസം കഴിയുമ്പോൾ പരീക്ഷ ഉണ്ടാവും. 6 പേപ്പറിന്റെ, ഓരോ സെമസ്റ്ററിൽ 6 പേപ്പറാണ്, 6 പേപ്പറിന്റെ പരീക്ഷ ഉണ്ടാവും. അപ്പൊ അത് ചിലപ്പോൾ എല്ലാവരും പാസ്സായാലും ഓക്കെ. ഇനി 2 പാസ്സായില്ലെങ്കിൽ എന്തുണ്ടാവും വെച്ചാൽ അടുത്ത വർഷം ജൂനിയേഴ്സ് വരുമല്ലോ, അവരുടെ കൂടി ആയിരിക്കും എന്തുണ്ടാവുക വെച്ചാൽ അവരുടെ കൂടി ആയിരിക്കും പരീക്ഷ, ഫെയിലായ പരീക്ഷ എഴുതേണ്ടി വരാം. അടുത്ത വർഷമാണ് എഴുതേണ്ടി വരാം. സാറ് ഏത് സബ്ജക്റ്റാണ്? ഞാൻ ഫിസിക്സ് ആണ്. ഫിസിക്സ്. ഓക്കെ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. നമസ്കാരം. ഈ മാർക്കും ക്രെഡിറ്റും തമ്മിൽ ഇന്റർ റിലേറ്റഡ് ആണോ? ആ മാർക്കും ക്രെഡിറ്റും തമ്മിൽ ഒരു ബന്ധമുണ്ട് മീൻസ് അതിന് മൊത്തത്തിലുള്ള മാർക്ക് ആണല്ലോ. അപ്പോൾ 4 ക്രെഡിറ്റ് കോഴ്സുകളാണെങ്കിൽ ഞാൻ പറഞ്ഞു 100 മാർക്കിലായിരിക്കും പരീക്ഷ ഉണ്ടാവാം. അതായത് 4 ക്രെഡിറ്റ് കോഴ്സ് 100 മാർക്കിലായിരിക്കും. 3 ക്രെഡിറ്റ് കോഴ്സ് ആണെങ്കിൽ 75% മാർക്കിലായിരിക്കും. അപ്പോൾ എല്ലാത്തിനും 100 മാർക്കിന്റെ പരീക്ഷ ആണെങ്കിൽ 35 മാർക്കായിരിക്കും ജയിക്കാൻ വേണ്ടത്. ഇപ്പോൾ 75 ആണെങ്കിൽ അതിന്റെ 75% എത്ര 20 സംതിങ് മാർക്കായിരിക്കും വേണ്ടത്. ആ രീതിയിലാണ് ക്രെഡിറ്റ് കിട്ടുക. ഒരു 4 ക്രെഡിറ്റ് കിട്ടുക എന്ന് പറയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ആ പേപ്പർ പാസ്സാവുമ്പോഴാണ് 4 ക്രെഡിറ്റ് കിട്ടുന്നത്. അത് ഞാൻ ഒന്നുകൂടി പറയാം. ഒരു 4 ക്രെഡിറ്റ് ഒരു കുട്ടിക്ക് കിട്ടി, 133 ക്രെഡിറ്റ് കിട്ടണം എന്ന് പറയുന്നു. അപ്പോൾ 4 ക്രെഡിറ്റ് കിട്ടിയെന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? 4 ക്രെഡിറ്റിന്റെ കോഴ്സ് അറ്റൻഡ് ചെയ്ത് അത് പാസ്സാവുമ്പോഴാണ് 4 ക്രെഡിറ്റ് കുട്ടിക്ക് കിട്ടുന്നുണ്ടാവുക. അങ്ങനെ 133 ഡിഗ്രി കിട്ടണം എന്ന് വെച്ചാൽ 133 ക്രെഡിറ്റ് എന്ത് ചെയ്യണം? ആ കോഴ്സുകൾ 4 എന്നൊക്കെ പറഞ്ഞ എല്ലാം പാസ്സാവുമ്പോഴാണ് കിട്ടുക. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും? സാർ, ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ ഓൺലൈനായിട്ട് മൂക്ക് കോഴ്സുകൾ ഒക്കെ എടുക്കാന്നൊക്കെ സാർ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് എടുക്കാന്നല്ല. അതിനെ പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റും? അത് പ്രധാനമായിട്ട് 2 രീതിയിലാണ്. ഒന്ന്, നമ്മൾ 4th ഇയറിലൊക്കെ എന്തുണ്ടെന്ന് വെച്ചാൽ നമുക്ക് പ്രൊജക്റ്റ് ഒക്കെ വേണമെങ്കിൽ വേറെ സ്ഥലങ്ങളിൽ പോയിട്ട് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ തന്നെയല്ല, നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ വേണം പോയിട്ട് 3 പേപ്പറിന് തത്തുല്യമായ പ്രൊജക്റ്റുകളാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാവില്ല 4ാമത്തെ വർഷം. ആ സമയത്ത് 3 പേപ്പർ അഡീഷണൽ പഠിക്കാനുണ്ട്. അത് ചിലപ്പോൾ ഓൺലൈൻ കോഴ്സുകൾ എടുക്കാൻ പറ്റും, ആ രീതിയിൽ എടുക്കാൻ പറ്റും. അതൊരു കേസ്. ഇങ്ങനെ പോകുന്ന നല്ല പ്രൊജക്റ്റ് ചെയ്യാൻ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ പോകുന്ന ആൾക്ക് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അവിടുന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നു, അതിന് പകരമുള്ള കോഴ്സുകൾ ഓൺലൈനായിട്ട് എടുക്കാം. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ N-1 എന്ന് പറയുന്ന ഒരു സംവിധാനം ഇതിലുണ്ട്. N-1 സെമസ്റ്റർ എന്ന് പറയുന്നത്. അത് ഞാൻ ഇവിടെ ഒന്നിച്ച് പറയാണ്ടതെന്നാണ്. N-1 സെമസ്റ്റർ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് 6 സെമസ്റ്റർ ആണ് വേണ്ടത്. എന്ത് ഡിഗ്രി പാസ് 3 വർഷം ഡിഗ്രി കിട്ടണമെങ്കിൽ 6 സെമസ്റ്റർ ആണ്. ഒരു കുട്ടിക്ക് വിചാരിക്കുകയാണ്, അതായത് 3 വർഷമാണ് വേണ്ടത്, 3 വർഷം കിട്ടണമെങ്കിൽ ഒരു കുട്ടി വിചാരിക്കുകയാണ് എനിക്ക് 2.5 വർഷം കൊണ്ട് തീർക്കണമെന്ന്, എനിക്ക് ഡിഗ്രി തീർക്കണം, അതിനുള്ള അവസരമുണ്ട്.
അതായത് 5 സെമസ്റ്റർ കൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കുട്ടിക്ക് ഡിഗ്രി തീർക്കാൻ പറ്റും. പക്ഷേ ഡിഗ്രി കിട്ടണത് എന്ത് വേണം, നമ്മൾ നേരത്തെ പറഞ്ഞ 133 ക്രെഡിറ്റ് വേണമല്ലോ. നമ്മൾ സാധാരണ പോലെ 5 സെമസ്റ്റർ പഠിച്ചാൽ 133 എത്തില്ല. അപ്പോൾ 6ാമത്തെ സെമസ്റ്ററിലെ കോഴ്സുകൾ എന്ത് ചെയ്യണം, കുട്ടിക്ക് ഓൺലൈനായിട്ടൊക്കെ എടുക്കാം. അത് വേണമെങ്കിൽ ആദ്യം സെമസ്റ്റർ മുതലേ തുടങ്ങാം. 2 എന്നൊക്കെ പറഞ്ഞ് 6 പേപ്പർ, 6ാമത്തെ സെമസ്റ്ററിലെ 6 പേപ്പർ കുട്ടി ഓൺലൈനായിട്ടൊക്കെ എവിടുന്നെങ്കിലും എടുത്തിട്ട് അതിൻ്റെ ക്രെഡിറ്റ് ഏൺ ചെയ്ത് വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, കുട്ടിക്ക് 2.5 വർഷം കൊണ്ട് ഡിഗ്രി കിട്ടും. അത് ഇനിയിപ്പം 4 വർഷം ഡിഗ്രി ആണെങ്കിൽ 3.5 വർഷം കൊണ്ട് കിട്ടും. ഒരു 6 മാസം കുറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഗ്രി കിട്ടാനുള്ള സംവിധാനമുണ്ട്. ആ സമയത്തും നമുക്ക് ഈ ഓൺലൈൻ കോഴ്സുകളെ ആശ്രയിക്കാവുന്നതാണ്. ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ? ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രോഗ്രാം അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. അപ്പം നാളത്തെ ക്ലാസ്, അടുത്ത ദിവസമുള്ള ക്ലാസ്സുകളെ കുറിച്ചൊക്കെ നിങ്ങളൊക്കെ ഓരോ ഗ്രൂപ്പുകളിൽ ഉണ്ടാവുമല്ലോ, ഗ്രൂപ്പിൽ അറിയിക്കുന്നുണ്ടാവും. ടീച്ചർ, ഓരോ ട്യൂട്ടർമാർ അടുത്ത ദിവസത്തെ ക്ലാസ്സുകൾ, ചിലപ്പോൾ നാളെയൊന്നും ചിലപ്പോൾ ക്ലാസ്സുകൾ ഉണ്ടാവും. നമ്മൾ അഡ്മിഷൻ നടക്കുന്നത് കൊണ്ട് ചിലപ്പോൾ നെക്സ്റ്റ് മൺഡേ ആയിരിക്കും. അത് പ്രിൻസിപ്പാൾ ലെവലിൽ വരേണ്ടതായിരുന്നു. അപ്പം നമ്മൾ ഏകദേശം തീരുമാനിച്ചുള്ളത് നെക്സ്റ്റ് മൺഡേ മുതൽ ക്ലാസ് തുടങ്ങാമെന്നാണ്. അത് നിങ്ങളെ ഗ്രൂപ്പിൽ ഡീറ്റെയിൽ ആയിട്ട് അറിയിക്കുന്നുണ്ടാവും കാര്യങ്ങൾ, ക്ലാസ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ സമയത്ത് ഡിപ്പാർട്ട്മെന്റ് ലെവൽ ഓറിയന്റേഷൻ ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ഇപ്പോഴേ ഒരു തീരുമാനം എടുക്കേണ്ട ഞാൻ ഇന്ന മൈനർ ആണെന്നുള്ളത് പഠിച്ചിട്ട് എടുക്കുക. അതാണ് എനിക്ക് ജനറലായിട്ട് പറയാനുള്ളത്. അപ്പം വേറെ ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഒഫീഷ്യലായിട്ട് നന്ദി പറയാൻ ഞാൻ ബിന്ദു ടീച്ചറെ ക്ഷണിക്കുന്നു. ആദ്യമായി ഫസ്റ്റ് ഇയർ FAGP പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്ത എല്ലാ കുട്ടികളെയും ആർട്സ് കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പാരൻസിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം വളരെ സക്സസ്ഫുൾ ആയിട്ട് നടത്തിയ എൻ്റെ കൊളീഗായിട്ടുള്ള ഡോക്ടർ രൺദീപ് സാറിന് ആദ്യമായി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ വളരെ ശ്രദ്ധാപൂർവം ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം ശ്രദ്ധിക്കുകയും ഓരോരുത്തരും അവരവരെ കൺസേൺസ് അറിയിക്കുകയും ചെയ്ത പാരൻസിനോടും അതുപോലെ തന്നെ ഇത് ശ്രദ്ധിച്ച വിദ്യാർത്ഥികളോടും പ്രത്യേകം ആർട്സ് കോളേജിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും FAUGP ടീമിൻ്റെ പേരിലും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ബാക്കി കാര്യങ്ങൾ സാർ അറിയിക്കുന്നതാണ്.